അപ്പോൾ ഞാൻ അമ്മമാരെ കുറിച്ച് രണ്ട് മൂന്ന് വാക്കുകൾ പറയാം എന്നാണ് എൻ്റെ മനസ്സിൽ ഇന്ന് വന്നത്. ആ, ദൈവവചനത്തിൽ ബൈബിളിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പോരാടി യുദ്ധം ചെയ്ത ചില അമ്മമാരെ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു സ്മൂത്ത് ലൈഫ് അല്ലല്ലോ, അല്ലെ? ക്രിസ്തുവിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. നമ്മളുടെ പോരാട്ടം ജഡരക്തങ്ങളോട് അല്ല. പോരാട്ടം എപ്പോഴും ഉണ്ട്. പക്ഷെ ആ പോരാട്ടം ആരോടാണെന്നുള്ളത് നമ്മൾ ഓർത്തിരുന്നാല് നമ്മൾക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കും. പലപ്പോഴും പ്രശ്നം പറ്റുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുകയാണ്. ശത്രു ആ, ആ, ശത്രു അല്ലാത്ത ഒരാളിനെ ശത്രു എന്ന് കരുതി അവനെ ഷൂട്ട് ചെയ്യാൻ പോകും. പക്ഷെ ഒറിജിനൽ ശത്രു മിടുക്കനായിട്ട് നടക്കും. അതാണ് പലപ്പോഴും പരാജയം പറ്റുന്നത്. നമ്മളുടെ ശത്രു ഒരു മനുഷ്യനല്ല. നമ്മളുടെ ശത്രു ജഡരക്തങ്ങളല്ല. നമ്മളുടെ ശത്രു ആരാണെന്ന് ദൈവവചനം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ദൈവവചനത്തിലുള്ള ചില അമ്മമാരിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഒരു കാര്യം, അപ്പോൾ ഈ അമ്മ എന്ന് പറയുമ്പോൾ ദൈവം ഒരു അമ്മേനെ ആക്കി തീർക്കുന്നത് ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, മക്കൾക്ക് മക്കളുടെ കരിയറിന്റെ കാര്യം പ്രാർത്ഥിക്കുക, അല്ലെ അങ്ങനെ എന്തുവാ പഠിപ്പിക്കുന്ന കാര്യം പിള്ളേരെ പഠിപ്പിക്കുക, അതല്ല. പോരാട്ടമുണ്ട്. ജഡരക്തങ്ങളോടല്ല, ദുഷ്ടാത്മ സൈന്യങ്ങളോട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ദൗത്യം ദൈവ അമ്മമാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. മാതാ മാതാ മാതാപിതാക്കൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് അത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ അമ്മമാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിനകത്ത്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫൈറ്റർ മോംസ് എന്ന് വേണം. ഞാൻ ഇംഗ്ലീഷിൽ ഈ മെസ്സേജിന്റെ ടൈറ്റിൽ ഫൈറ്റർ മോംസ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാല് മക്കൾക്ക് പോരാടി യുദ്ധം ചെയ്യുന്ന അമ്മമാര്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു ഫൈറ്റർ, ഒരു പോരാടി യുദ്ധം ജയിക്കുന്ന ഒരു വ്യക്തിയുടെ ചില ക്വാളിഫിക്കേഷൻസ് എന്തോന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, ഒരു യുദ്ധം ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ശത്രു ആരാണെന്നൊരു കൃത്യമായിട്ട് ഒരു ബോധ്യമുണ്ട്. ശത്രു ആരാണെന്ന് അറിയാതെ യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല, അല്ലെ? അപ്പോൾ ശത്രു ആരാണെന്ന് വ്യക്തമായ ബോധ്യം ഫസ്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഉണ്ടായിരിക്കണം. യുദ്ധം ജയിക്കണമെങ്കിൽ, യുദ്ധകളത്തിൽ പലർക്കും നിൽക്കാം, പക്ഷെ ജയിക്കണമെങ്കിൽ ശത്രു ആരാണെന്ന്, ടാർഗറ്റ് ഏതാണെന്ന് ശരിയായ ബോധ്യം ഉണ്ടായിരിക്കണം. രണ്ട്, നമ്മള് യുദ്ധം ചെയ്യുമ്പം വെറും കൈയോടെ യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. നമ്മൾക്ക് ആയുധങ്ങൾ വേണം, അല്ലെ? ഒരു യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചില ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ ഏതൊക്കെ, അതെങ്ങനെ ഉപയോഗിക്കുക, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. യുദ്ധം ചെയ്യുന്ന വ്യക്തി ആയുധം ഉപയോഗിക്കുക മാത്രമല്ല, ഈ എതിർ പാർട്ടിക്കും തിരിച്ചിങ്ങോട്ട് യുദ്ധം എന്തെങ്കിലും ചെയ്യാമല്ലോ. അവര് ചുമ്മാതെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുമല്ലോ, എന്നാ എന്നെ ഇടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് തരുമല്ല. അവര് തിരിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റും ചെയ്യണം. അപ്പൊ അമ്മമാര് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രൊട്ടക്റ്റീവ് ഗിയറും കൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ശത്രു ആര്; രണ്ട്, ശത്രുവിനെ അറ്റാക്ക് ചെയ്യേണ്ട ആയുധങ്ങൾ ഏതൊക്കെ; മൂന്ന്, നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ പ്രൊട്ടക്റ്റീവ് ഗിയർ അല്ലെങ്കിൽ ആ ഷീൽഡ് അതേത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ദൈവവചനത്തില് അമ്മയുടെ ജീവിതം നമ്മൾക്ക് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു അമ്മ, ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞാണ് ആ അധ്യായം തുടങ്ങുന്നത്. ആ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ ഒരു സംഭവം നടക്കുന്നു. ഒരു ആപത്ത് വന്നു. അപ്പോൾ ആ ആപത്ത് വരുമ്പോഴത്തേക്കിനും ആ സ്ത്രീ ഓടിച്ചെന്ന് ഒരു പ്രവാചകന്റെ അടുത്ത് കടന്നു പോകുകയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് മലയാളത്തിൽ വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 Kings chapter 4 verse 1. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു ബ്രദർ, താങ്ക് യു. അപ്പോൾ ഈ വാക്യത്തെ നമ്മളൊന്ന് ഡൈസെക്ട് ചെയ്ത് ഓരോ ലൈനായിട്ടൊന്ന് നോക്കാം. ഇതിനകത്ത് പല കാര്യങ്ങളും, ഈ ഓരോ ഒറ്റ വാക്യത്തിനകത്ത്
പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ലൈൻ എന്താണ്? ദ വൈഫ് ഓഫ് എ മാൻ ഫ്രം ദ കമ്പനി ഓഫ് ദ പ്രോഫിറ്റ്സ്. ഈ സ്ത്രീ ആരാണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ലൈനിൽ ആ സ്ത്രീയുടെ ഇൻട്രൊഡക്ഷൻ ആരാണോ? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. ആ അപ്പോൾ ഈ പ്രവാചക ശിഷ്യന്മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഏലിയാവിനും ഏലീഷയ്ക്കും ഒക്കെ സ്കൂൾ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഈ നമ്മളിപ്പോൾ ഈ ബൈബിൾ കോളേജിലൊക്കെ പോകത്തില്ലേ, അതുപോലെ അന്ന് പ്രോഫിറ്റ്സിന്റെ അടിയിൽ ട്രെയിൻ ചെയ്യുന്ന ചില ശിഷ്യന്മാര്, അവർ ഈ പ്രവാചകന്മാരുടെ കയ്യിൽ നിന്ന് വചനം പഠിക്കുകയും ശബ്ദം എങ്ങനെ കേൾക്കാം എന്നുള്ളത് പഠിക്കുകയും, അങ്ങനെ അത് അവരുടെ ഒരു സ്കൂളായിരുന്നു, ഒരു തിയോളജി സ്കൂൾ പോലെ. അത് നമുക്ക് വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാം. ഒരിടത്ത് നമ്മൾ കാണുന്നു പ്രവാചക ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഏലിയാവും എലീശയും കൂടെ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. അപ്പോഴത്തേന് അവിടുത്തെ പ്രവാചക ശിഷ്യന്മാരെല്ലാം എലീശയോട് പറയും, നീ പോകരുത്, ഏലിയാവിന്റെ കൂടെ പോകരുത്, നീ ഇവിടെ നിന്നോ. പക്ഷെ എലീശ പറയും, ഇല്ല ഞാൻ പോകും. അങ്ങനെ പോകുന്നു. അതിനുശേഷം ഏലീഷയുടെ ശുശ്രൂഷയുടെ സമയത്ത് പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ, അയ്യോ നമുക്ക് എന്തുവാ താമസിക്കുന്ന നമ്മുടെ ഡോമിറ്ററിയുടെ സൈസ് കുറഞ്ഞു പോയി, നമുക്ക് ശിഷ്യന്മാർ കൂടിപ്പോയി, അപ്പൊ സൈസ് കൂട്ടണം. അപ്പൊ പറയാം, എന്നാ പിന്നെ തടി വെട്ടാൻ പോകാന്ന് പറയുമ്പോൾ ഇവര് എലീഷയോട് പറയും, ഞങ്ങളുടെ കൂടെ വാ. അപ്പൊ എലീഷയും കൂടെ പോയി. ആ കഥ എല്ലാം നമുക്കറിയാം. അപ്പൊ പ്രവാചക ശിഷ്യന്മാർ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രോബബ്ലി ഇവിടെ പറയുന്നത് ഏലീശയുടെ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ഏലിയാവിന്റെ ശിഷ്യന്മാരിൽ ഒരാള്, അവരുടെ ഒരു ഭാര്യയാണ് ഈ സ്ത്രീ. അപ്പൊ ഭർത്താവ് ഒരു പ്രവാചകനാണ്, ഭർത്താവ് ഒരു നീതിമാനായ ഒരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ അവൾ പറയുന്ന ആ ഒരു സംഭവം പറയുമ്പോഴത്തേക്കിനും അവൾ പറയുന്നത് എന്താണ്? അവസാനത്തെ ആ വാക്യത്തിൽ പറയുന്നത്, ബട്ട് നൗ ഹിസ് ക്രെഡിറ്റർ ഇസ് കമ്മിങ് ടു ടേക്ക് മൈ 2 boys ആസ് സ്ലേവ്സ്. അല്ലെ, കടക്കാരൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, കടക്കാരൻ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പ്രവാചകന്റെ വീട്ടിൽ കടമോ? അത് നടക്കുവോ? ഇല്ലേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഓ ദൈവമൈതലിന്റെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ല ഞെരുക്കങ്ങളൊന്നും വരാൻ പാടില്ല, ദൈവം നമ്മളെ സമൃദ്ധിയായി നടത്തും. പക്ഷെ ദാ ഇവിടെ ഒരു പ്രവാചകന്റെ വീട്ടിൽ കടം കയറി, ഒന്നുമില്ല, വീട്ടിലെ എല്ലാ സാധനവും വിറ്റു. ഇപ്പൊ ദാ കടക്കാരൻ 2 ആൺകുട്ടികളുള്ള 2 ആൺകുട്ടികളെ സ്ലേവ്സ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് വരികയാണ്. അപ്പൊ വാർണിംഗ് കിട്ടി, ഞാൻ നാളെ നിന്റെ പിള്ളേരെ എടുത്തുകൊണ്ട് പോകും എന്നൊരു മെസ്സേജ് കിട്ടിയ ഉടനെ ആ ലെറ്ററുമായിട്ട് എലീശയുടെ അടുത്ത് ഓടി വരിക. ദേ ഇങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയും കടബാധ്യത ഒരു പ്രവാചകന്റെ വീട്ടിൽ വരാൻ കാരണം? നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രവാചകനും ഈ കുടുംബവും താമസിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഏലിയാവ് എലീശയുടെ കാലഘട്ടമാണ്. ആഹാബും എസബേലും ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു ഈവൾ കിങ്, വൺ ഓഫ് ദ മോസ്റ്റ് ഈവൾ കിങ് ആണ്, അല്ലെ? യെരോബോമിനെക്കാട്ടി ഒരു വളരെ മോസ്റ്റ് ഈവൾ കിങ്. അതുപോലെ തന്നെ ജെസബേലോ ഏറ്റവും അധികം ദ മോസ്റ്റ് വിക്കഡ് ക്വീൻ ആണ്. അവൾക്ക് ഒരൊറ്റൊരു ദൗത്യം. ഇതിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം അത് എടുക്കണ്ട, പക്ഷെ അത് നമുക്കങ്ങ് പറഞ്ഞു പോകാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്കറിയാം ഏലിയാവ് ഒരു പവർഫുൾ എൻട്രി ചെയ്യുന്നുണ്ട്, അല്ലേ? ആഹാബും ജെസബേലും അവരുടെ മെഹലിനകത്ത്, അവരുടെ ആ പാലസിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഡയറക്റ്റ് ആയിട്ട് കയറി രാജാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കയറി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞോ പഴയോ പെയ്യത്തില്ല എന്ന് യാതൊരു ഇൻട്രൊഡക്ഷനും ഏലിയാവിനെ കുറിച്ച് ഇല്ലാതെ ഏലിയാവ് കയറി ചെന്ന് കൽപ്പിക്കുന്നു. മഞ്ഞും മഴയും നിന്നുപോയി. പക്ഷെങ്കിൽ അവിടെ യെസബേലിന് അതോടുകൂടി ദൈവമക്കളോട് ഉള്ള ആ വൈരാഗ്യവും ദേഷ്യവും വർദ്ധിച്ചു. അതിന്റെ 18-ാം അധ്യായം എത്തുമ്പോഴത്തേക്കിനും അവൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഉള്ള ദൈവത്തിന്റെ പ്രവാചകന്മാരെല്ലാരെയും അതിൻ്റെ അകത്ത്, ഓക്കെ നമുക്കൊന്ന് വേഗത്തിലൊന്ന് പോകാം. അതിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 18-ാം അധ്യായത്തില് ഈ ഏലിയാവിനോട് ദൈവം പറയുന്നുണ്ട്, ഈ 3 വർഷം കഴിയുമ്പോൾ നീ അങ്ങ് തിരിച്ചു പോക്കാളാൻ പറയും, അല്ലെ? ഇത് നമ്മുടെ പ്രസംഗത്തിന്റെ ഭാഗമല്ല, നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഭാഗമല്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏലിയാവ് സാരെഫാത്ത് എന്ന് പറയുന്നത് സീദോനില. ശരിക്കും പറഞ്ഞാൽ ഈ ജെസബേലിന്റെ നാടാണ് സീദോൻ. അപ്പൊ ഈ 18-ാം അധ്യായത്തിൽ ഏലിയാവ് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. പാലസ് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 4-ാം വാക്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഒബദ്യാവാണ്.
അപ്പൊ ഈ ഒബദ്യാവിനോട് കണ്ട ഒബദ്യാവിനോട് പറയാം, പോയി ആഹാബിനോട് പറയാം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഒബദ്യാവ് പറയോ, എന്നെ അങ്ങോട്ട് വിടല്ലേ, കാരണം എന്തെന്നറിയോ, ദൈവഭയമുള്ള എല്ലാ മനുഷ്യരെയും വെട്ട് കൊന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ. നിങ്ങളെ ആണെങ്കിൽ ഏലിയാവേ, നിങ്ങളെ അന്വേഷിക്കാനുള്ള സ്ഥലമില്ല. അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അന്വേഷിച്ചു. എന്ത് രസകരമായ ഒരു കാര്യമാണെന്നുണ്ടോ, അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ സ്ത്രീ അന്വേഷിച്ചു, പക്ഷെ സ്വന്തം നാട്ടിൽ അന്വേഷിച്ചില്ല. അവൾ ഓർത്തില്ല എന്റെ നാട്ടിൽ പോയി താമസിക്കാൻ ഇദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെന്ന്. പക്ഷെ ദൈവം അങ്ങനെയാ, ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്ന വെച്ചാൽ ശത്രുവിന്റെ വീട്ടിനകത്താ പലപ്പോഴും മേശ ഒരുക്കുന്നത്. ശത്രു പ്രതീക്ഷിക്കുന്നില്ല. ഈ സ്ത്രീ പ്രതീക്ഷിച്ചില്ല. 3 വർഷം എല്ലായിടത്തും തെരയുക, ഏലിയാവുണ്ടോ ഏലിയാവുണ്ടോ ഏലിയാവുണ്ടോ. ഏലിയാവിനെ കണ്ടില്ലെങ്കിൽ കാണുന്ന പ്രവാചകനെ പിടിച്ച് ജയിലിലിടുക അല്ലെങ്കിൽ കൊല്ലുക. അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഒബദ്യാവ് ദൈവത്തിന്റെ പ്രവാചകന്മാരായിരിക്കുന്ന 100 പേരെ സൂക്ഷിച്ചു. ഈ ഈ ജസബേൽ കൊല്ലാതെ സൂക്ഷിച്ചു. 50 പേരെ ഒരു ഗുഹയ്ക്കകത്തും 50 പേരെ വേറെ ഗുഹയ്ക്കകത്തും. അങ്ങനെ സൂക്ഷിച്ച കൂട്ടത്തിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാകാം ഈ പറയുന്ന പ്രവാചക ശിഷ്യൻ. കാരണം മക്കൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ കരുതാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം മൂലം, അല്ലെ ശത്രുവിന്റെ ഉപദ്രവം മൂലം വീട്ടിൽ കയറി വന്ന ദാരിദ്ര്യം ആകാം. അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ വീട്ടിൽ എങ്ങനെ ഇത്രയും ദരിദ്രം, എന്തായാലും അങ്ങനെ ഒരു ദാരിദ്ര്യം വന്നു. അതിനെ ഒന്ന് 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 ശരിയാക്കുക. അത് കാരണം ഈ സ്ത്രീക്ക് എന്തായി, പല ക്രെഡിറ്റേഴ്സ്, കടം വായ്പ വാങ്ങേണ്ടിയ ആവശ്യം വന്നു. മക്കളെ സ്കൂളിൽ വിടണമല്ലോ, കഴിപ്പിക്കണമല്ലോ, ഫുഡൊക്കെ കൊടുക്കണമല്ലോ. ഏതായാലും എന്ത് പറ്റി, അതൊക്കെ ഒന്ന് നിരപ്പ് പ്രാപിച്ച് അതൊക്കെ ഒന്ന് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ഈ മനുഷ്യൻ മരിച്ചുപോയി. ജസബേൽ കൊന്നതല്ല. ജസബേൽ കൊന്നതായിരുന്നെങ്കിൽ ജസബേൽ കൊന്നു എന്ന് എഴുതിയിരുന്നേനെ. മരിച്ചുപോയി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തോ അസുഖം വന്ന് അതിന് ശേഷം മരിച്ചതാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വലിയൊരു കടബാധ്യത. പ്രശ്നം എന്താണ്, ഈ കടക്കാരനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പഴയ നിയമത്തിൽ മോശ ത്രൂ ഇസ്രായേലിന് കൊടുത്ത ആ മൊസൈക്ക് ലോ അനുസരിച്ച്, മോശയുടെ കൊടുത്ത ആ പ്രമാണം അനുസരിച്ച്, ഒരു ലീഗൽ ഡോക്യുമെന്റ്സ് അനുസരിച്ച് ഒരു കടം മേടിച്ച ഒരു വ്യക്തി പറഞ്ഞ സമയത്തിനകത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, വായ്പ മേടിച്ച വ്യക്തി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, ഈ കൊടുത്ത ആൾക്ക് വന്ന് ഈ വീട്ടിലെ ആളിനെ എന്താക്കാം, സ്ലേവ് ആക്കാൻ പറ്റും. അതിന്റെ എക്സോഡസിന്റെ പുസ്തകം 21, പുറപ്പാട് പുസ്തകം 21-ന്റെ 2-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, 7 വർഷത്തോളമേ 7 വർഷത്തോളം ബോണ്ട് സ്ലേവ്സ് ആയിട്ട് വെക്കാൻ ഒക്കും. 7 വർഷം കഴിയുമ്പോൾ അങ്ങ്. അപ്പോൾ ഇയാള് മെസ്സേജ് അയച്ചിരിക്കുന്ന പ്രോബബ്ലി, ഞാൻ നാളെ നിയമപ്രകാരം നീങ്ങാൻ പോകുകയാണ്, നാളെ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ കൊണ്ടുപോകും. 7 വർഷം അവരെന്റെ വീട്ടിൽ ബോണ്ട് സ്ലേവ്സ് ആയിരിക്കും. അതാണ് അവൾ പറയുന്നത്, എന്റെ 2 കുഞ്ഞുങ്ങളെ, ദ ക്രെഡിറ്റർ ഇസ് കമ്മിങ് ടു ടേക്ക് മൈ 2 ബോയ്സ് ആസ് ഹിസ് സ്ലേവ്സ്. നിയമപ്രകാരം നീങ്ങുന്ന ഒരു ക്രെഡിറ്ററാണിത്. നിയമപ്രകാരം നീങ്ങുന്ന ഒരു എന്താണ് മലയാളത്തിൽ ആ വാക്കെന്തായിരുന്നു? കടക്കാരൻ. അപ്പൊ നിയമം അയാൾക്ക് അനുകൂലമാണ്. ഈ സ്ത്രീക്ക് ഇത് നിയമപ്രകാരം അയാൾ ചെയ്യുന്നത് അയാളെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ സ്ത്രീക്ക് സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുക തന്നെ ചെയ്യണം. പ്രിയ ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഞാൻ ചില അമ്മമാരോട് സംസാരിക്കുകയാണ്. നിയമപ്രകാരം നമ്മളുടെ കയ്യിൽ നിന്ന് വന്ന ചില അബദ്ധങ്ങൾ, സമയത്ത് കരുതാത്തതാൽ, അല്ലെ സമയത്ത് പ്രാർത്ഥിക്കാഞ്ഞതിനാൽ, സമയത്ത് ഉപവസിക്കാഞ്ഞതിനാൽ, അല്ലെ ഒരു കാലത്ത് നമ്മളുടെ വായിൽ നിന്ന് വന്ന ചില തെറ്റുകളാൽ, അല്ലെ നമ്മൾ ചെയ്ത ചില പ്രവൃത്തികളാൽ ഈ കടക്കാരന് നമ്മൾ ചില ലീഗൽ റൈറ്റ്സ് അറിയാതെ കൊടുത്തുപോയി. ഈ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കത്തില്ല ഒരിക്കലും. എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഭാര്യയും കടം വന്ന് നശിക്കണം എന്ന് ഒരിക്കലും ഒരപ്പൻ ചിന്തിക്കത്തില്ല. അറിയാതെ സംഭവിച്ചു പോയി. സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. പക്ഷെങ്കിൽ അതിപ്പോ ഈ ക്രെഡിറ്റർ, ഈ കടക്കാരൻ അതിനെ നിയമപരമായി നീങ്ങാൻ മുൻപോട്ട് വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പിശാച് ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഓർക്കും, ഞാൻ ദൈവമേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പാരമ്പര്യമായിട്ട് ബന്ധുക്കോസിലുള്ളതാ, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടിട്ട് ഇത്രയും വർഷമായി, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി, ഞാൻ നിനക്ക് വേണ്ടി നിന്നു. എന്നിട്ട് എന്തും കൊണ്ട് എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇങ്ങനെ, എന്നിട്ട് എന്തും കൊണ്ട് എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ
പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് എന്റെ കുഞ്ഞ് ദൈവത്തെ വേണ്ട എന്ന് മുന്നോട്ട് പോകുന്നു, സഭയിൽ വരുന്നില്ല എന്ന് മുന്നോട്ട് പോകുന്നു, അല്ല എന്റെ കൊച്ചിന് ഇപ്പോൾ എന്താ പറയാ ദൈവത്തെ സംശയമായി തുടങ്ങി, ഈ വിശ്വാസത്തെ തന്നെ സംശയമായി തുടങ്ങി, എന്തുകൊണ്ടെന്ന് പല ചോദ്യ ചിഹ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പിശാചിന് നമ്മൾ അറിയാതെ പറ്റുന്ന, അൺനോയിങ്ലി നമ്മൾ ചില ലീഗൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവൻ ആ ലീഗൽ റൈറ്റ്സിനെ കയറി പിടിച്ചിരിക്കുകയാണ്. അതിനെ നേരിടാൻ കാരണം അത് ലീഗലി അവന് റൈറ്റ് ഉണ്ട്. അവന് കയറി നമ്മുടെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഓൾറെഡി നമ്മൾ കൊടുത്തു. അതുകൊണ്ടാണ് പലപ്പോഴും പോപ്പിശാജെ എന്ന് പറഞ്ഞ അവൻ പോകാത്ത. അവൻ പറയും, എടോ എനിക്ക് റൈറ്റ് ഉണ്ട്, നീ എഴുതി തന്ന റൈറ്റ് ആണിത്, ഇത് എന്റെ അവകാശമാ, ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് നീ ചെയ്ത ആ പ്രവൃത്തി എനിക്ക് തന്ന റൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തില്ല, അല്ല ഞാൻ നിന്റെ ഈ വീട്ടിൽ, അല്ല നിന്റെ വീട്ടിലെ ഇന്ന ആളിന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അവകാശം നീ എത്ര പ്രാർത്ഥിച്ചാലും ആ ആളിന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അവന്റെ ജീവിതം ഞാൻ തകർത്തുകൊണ്ടിരിക്കും. അങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രിയ ദൈവമക്കളെ. ഇത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കഥ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ദൈവസഭയും പഴയ നിയമത്തിലെ ഇസ്രായേലും ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശത്രു ഒരു കടക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു ഒരു മനുഷ്യനല്ല, ഈ ദുഷ്ടപിശാചാണ്. അവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലിൽ അവന്റെ ലീഗൽ റൈറ്റ്സുമായിട്ട് വരുമ്പോൾ ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തി വേണം നമ്മൾ ചെയ്യാൻ. ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? അവൾ ഈ പ്രശ്നമായിട്ട് ആ കടക്കാരൻ കൊണ്ടുവന്ന ആ ലെറ്ററും ഒക്കെ ആയിട്ട്, ആ നിയമപരമായ പേപ്പറും ഒക്കെ ആയിട്ട് യജമാനനെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കരയുകയാണ്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, ആ സ്ത്രീയുടെ ആ കരച്ചിൽ, അവളുടെ വായിന്ന് വരുന്ന വാക്കുകൾ. 2 Kings chapter 4 verse 1. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ, ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. താങ്ക് യു. അവിടെ അവള് പറയുന്ന ഒരു കാര്യം, അവിടെ അവള് പറയുന്ന ആ ഒരു വാക്കുണ്ടോ, നിലവിളിച്ചു, അല്ലെ? ചുമ്മാതെ പോയി നിലവിളിച്ചു. അവള് ആ അർജൻസി, എനിക്ക് വിടുതൽ കിട്ടിയേ പറ്റൂ, നിലവിളിച്ചിട്ട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻഡ് യു നോ യോർ സെർവന്റ് മൈ ഹസ്ബൻഡ് ഇസ് ഡെഡ്. ആരാ? നിന്റെ ദാസൻ. ഭർത്താവ്, എന്റെ ഭർത്താവ് ആള് ശരിയാണ്, എന്റെ ഭർത്താവാണ്, പക്ഷെങ്കിൽ നിന്റെ ദാസനായിരുന്നു യഹോവേ, എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, നിനക്കൊരു ഒരു 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 ഉത്തരവാദിത്വമില്ലേ? കാരണം പറയുന്ന ഒരു കാര്യമുണ്ട്, ആൻഡ് യു നോ ദാറ്റ് ഹി റിവേർഡ് ദ ലോർഡ്. അവൻ ദൈവ ഭക്തനായിരുന്നു, അല്ലെ? ദൈവത്തെ പേടി, റെവറൻസ്. ചില വേർഷൻസ് യു നോ ദാറ്റ് ഹി ഫിയർഡ്. നിനക്കറിയാം ദൈവമേ, നിനക്കറിയാം യജമാനനെ, നിനക്കറിയാം എലീശായെ, നിന്റെ ദാസൻ, എന്റെ ഭർത്താവ് ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു, നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇത് പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അവള് ഈ വക്കീല് കോർട്ടിൽ പോയി യുദ്ധം ചെയ്യത്തില്ലേ, അതുപോലെ അവളുടെ കേസ് വാദിക്കുക. അവള് പറയാ അതൊക്കെ ശരിയാണ്, ഏതാ കടക്കാരന് നിയമപരമായി കടക്കാരന് നിയമപരമായി അദ്ദേഹത്തിന് കുറെ അവകാശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കും അവകാശമുണ്ട്. അവള് പറയുന്ന അവളുടെ അവകാശമായിട്ടാ വരുന്നത്. അവള് പറയുന്ന ഈ പുസ്തകത്തിനകത്ത് ചില അവകാശങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതാ? യഹോവ ഭക്തനായ ഒരു മനുഷ്യന്റെ സന്തതിക്ക് ഒരു പ്രശ്നവും വരത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കാം, ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 37:25 ഒന്ന് വായിക്കാമോ? I was young and now I am old, yet I have never seen the righteous forsaken or their children begging bread. Psalms 37 verse 25. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവന്റെ സന്തതി ആരുടെ? നീതിമാൻ. അപ്പൊ അവള് പറയാ, നിന്റെ ദാസൻ, എന്റെ ഭർത്താവ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ എന്റെ വീട്ടിൽ ഇത്. പക്ഷെ പുസ്തകത്തിൽ പറയുന്നത് നിയമം വേറെയാ. പുസ്തകത്തിൽ പറയുന്നത് നീതിമാന്റെ മക്കള് ഭക്ഷണത്തിന് വേണ്ടി ആരുടെ മുന്നേ കൈ നീട്ടേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ നിയമം എന്തു ആയിക്കോട്ടെ, അവസ്ഥ എന്തുമായിക്കോട്ടെ, ഈ പുസ്തകത്തിൽ ഒരു വാഗ്ദത്വം ഉണ്ടല്ലോ, ആ വാഗ്ദത്വം നീ നിറവേറ്റിയേ പറ്റൂ. പറയുന്നത് മനസ്സിലാ? അവള് ഉപയോഗിച്ചത്, അവൾക്ക് ഓർമ്മ വന്നു, അവളൊരു പ്രവാചകന്റെ ഭാര്യ, വചനം അറിയാവുന്ന സ്ത്രീയായിരുന്നു. അവൾക്ക് മനസ്സിലായി, അവൾ അതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്, എന്റെ ഭർത്താവ്, നിന്റെ ദാസൻ എന്റെ ഭർത്താവ് നീതിമാനായിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്കൊരു അവകാശമുണ്ട്, അങ്ങനെയെങ്കിൽ എനിക്കൊരു വാഗ്ദത്വം ഉണ്ട്. ആ വാഗ്ദത്വം
നിയമം എനിക്ക് എതിരായിക്കോട്ടെ, ഡോക്ടറുടെ റിപ്പോർട്ട് എനിക്ക് എതിരായിക്കോട്ടെ, സാഹചര്യം എനിക്ക് എതിരായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് യാതൊരു ഹോപ്പുമില്ല, പക്ഷെങ്കിൽ ഈ വചനത്തിൽ പറയുന്ന വാഗ്ദത്വം ഉണ്ടല്ലോ, അതെനിക്ക് മുറുകെ പിടിക്കാം. പ്രിയ സഹോദരിമാരെ, പ്രിയ അമ്മമാരെ, ഇതാണ് ആദ്യത്തെ ആയുധം. ഏതാണ്? ദൈവവചനം. ഈ ആയുധത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഒരു സാധനമായത്. ഇത് വെച്ച് വെട്ടിയാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ശത്രു അങ്ങ് തെറിച്ചു പോകും. അപ്പോൾ ഈ ആയുധവുമായിട്ട് യജമാനന്റെ അടുത്ത് പോയി നമ്മുടെ കേസ് ഈ സ്ത്രീ പറഞ്ഞതുപോലെ അങ്ങോട്ട് പറയുക. നീ അന്ന് അങ്ങനെ പറ്റി ആയിക്കോട്ടെ, പക്ഷെങ്കിൽ വാഗ്ദത്വം ഉണ്ടല്ലോ, വാഗ്ദത്വം ഉണ്ടല്ലോ, വാഗ്ദത്വം നിറവേറ്റുക. അപ്പോൾ അങ്ങനെ അവൾ പറയുന്ന പല കാര്യങ്ങൾ സങ്കീർത്തനം 112 1 2 പറയുന്നത് പ്രൈസ് ദ ലോർഡ്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഫിയർ ദ ലോർഡ്. ഇവിടെ അവള് പറയുന്നത് നിന്റെ ദാസൻ എന്റെ ഭർത്താവ് ആരായിരുന്നു? യഹോവ ഭയമുള്ള, യഹോവ ഭക്തിയുള്ള. അപ്പൊ ഈ വാക്യത്തിൽ പറയുന്നത്, ആ വാക്യം ഒന്ന് വായിക്കാം വേഗത്തിൽ, 112 1 2. Psalms 112 verse 1 to 2. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവള് പറയും എന്റെ ഭർത്താവ് നേരുള്ള മനുഷ്യനായിരുന്നു, യഹോവയെ ഭയപ്പെട്ട് യഹോവയെ സ്തുതിക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ല, ഇതിങ്ങനെ നടക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വചനം എടുത്ത ദൈവസന്നിധിയിൽ നമ്മൾ പോയി യുദ്ധം ചെയ്താൽ നമ്മൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സാഹചര്യം എത്ര ഡിഫറെന്റ് ആയാലും, എത്ര പ്രതികൂലമായാലും. സോ നമ്പർ 1 ആയുധം എന്ന് പറയുന്നത് ഏതാണ്? ഈ ദൈവവചനം. ഇരുവായ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയുള്ള ആയുധവുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് ആ ആയുധം കൊണ്ട് നമ്മൾ ആത്മാവിൽ വെട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് വിജയം ലഭിക്കും. രണ്ടാമത്തെ ആയുധവും കൂടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവൾ ഈ ആദ്യത്തെ ആയുധവുമായിട്ട് ഏലീഷയുടെ അടുത്തോട്ട് പോയി. അപ്പൊ ഏലീഷ അവളോട് ചോദിക്കുക, നിന്റെ കയ്യിൽ വേറെ ആയുധം വല്ലതും ഉണ്ടോ? അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ചാപ്റ്റർ 4 വേഴ്സ് 2. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. നിന്റെ വീട്ടിൽ എന്തോ ഉണ്ടെന്ന് ചോദിക്കുക. അപ്പൊ ഏലീശ നോക്കുവാണ്, ഓക്കെ ഒരായുധം ഉണ്ട്, പക്ഷെ ഇത് പോരാ. ഏതാ? ഇത് ഇച്ചിരി കൂടിയ കേസാ. വിജയം ലഭിക്കണമെങ്കിൽ നമുക്ക് വേറെ ഒരു ആയുധവും കൂടെ വേണം. അപ്പൊ വേറെ വല്ല ആയുധം ഉണ്ടോന്ന് അന്വേഷിക്കുക. അപ്പൊ അവള് പറയണ എന്റെ വീട്ടിൽ വേറെ ഒന്നുമില്ല. ഈ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് എ സ്മോൾ ജാർ ഓഫ് ഒലിവ് ഓയിൽ. ഒരു ഭരണി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും വലിയൊരു ഭരണി എന്ന് പറയാം, നമ്മളുടെ നാട്ടിൽ അച്ചാറൊക്കെ ഇടുന്ന വലിയ ഭരണി, അങ്ങനെയല്ല. സ്മോൾ ജാർ ഓഫ് ഒലിവ് ഓയിൽ. ചെറിയൊരു കുപ്പിക്കകത്ത്, ഒരു കുപ്പി എന്നാ ഉദ്ദേശിക്കുന്നത്, കുഞ്ഞു കുപ്പിയാണ്. ആ കുപ്പിക്കകത്ത് ഒരു ഇച്ചിരി ഒലിവെണ്ണ മാത്രം. ഞാൻ ചിന്തിക്കുകയാണ്, ഈ സ്ത്രീയുടെ വീട്ടിൽ ഒന്നുമില്ല, വേറെ ഒരു പാത്രം പോലും ഇല്ല, വീട്ടിൽ ഇരിക്കാൻ ഒരു കസേര ഇല്ല. കടബാധ്യത കൂടി കൂടി വന്നപ്പോൾ അവൾ കണ്ടതെല്ലാം വിറ്റു. ഡൈനിങ് ടേബിൾ വിറ്റു, സോഫ വിറ്റു, വീട്ടിലെ കാണുന്നതെല്ലാം വിറ്റു, മിക്സി വിറ്റു, അരകല് വിറ്റു, അവസാനം ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓർക്കും, എന്തുകൊണ്ട് ഇത് വിറ്റില്ല? മറ്റേതെല്ലാം മേടിക്കാൻ ആൾക്കാർ വന്നേ. അപ്പൊ ഇത് മേടിക്കാൻ എന്തുകൊണ്ട് ആൾക്കാർ വന്നില്ല? കാരണം എന്താ? നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരു ചെറിയ ഒരു കുപ്പിക്കകത്ത് സ്മോൾ ജാർ ഓഫ് ഒലിവ് ഓയിൽ. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു കുപ്പി ഒലിവെണ്ണ ഇവളുടെ വീട്ടിൽ ആർക്കും വേണ്ടാത്തത്? ഇത് മാത്രം. കാരണം എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവ് ആരാന്നാ പറഞ്ഞേ? ഒരു പ്രവാചകനായിരുന്നു. ഈ അന്നത്തെ കാലത്ത് പ്രവാചകന്മാർ എവിടെ പോയാലും ഒരു കുഞ്ഞു കുപ്പി ഒലിവെണ്ണയായിട്ട് പോകും. ആ എണ്ണ സാധാരണ എണ്ണയല്ലായിരുന്നു, അത് അഭിഷേക തൈലമായിരുന്നു. അഭിഷേക തൈലം, അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള തൈലം. ആൾക്കാർ നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഞങ്ങൾ പ്രവാചകന്മാരല്ലല്ലോ, ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണ്ട. ആരും ഈ സാധനം മേടിക്കാൻ മാത്രം കസ്റ്റമേഴ്സ് ആരും ഇല്ല. ബാക്കി എല്ലാ ആൾക്കാരും മേടിച്ചുകൊണ്ട് പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അഭിഷേക തൈലമാണ്, അതുകൊണ്ട് ഇത് മാത്രം അവിടെ ഇരുന്നു. പ്രവാചകൻ ഏലീശ അത് കേട്ട ഉടനെ പറഞ്ഞെന്താണെന്നറിയോ? 3-ാം വാക്യം വേഗത്തിൽ വായിക്കാം. 2 Kings chapter 4 verse 3. അതിനെ അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ആമേൻ. സി, ഏലീശ പറയാ, അയ്യോ നീ അത് മാത്രമേ ഉള്ളെന്നോർത്ത് വിഷമിക്കണ്ട, അത് മതി. ഏതാ? ആ അഭിഷേക തൈലം ഉണ്ടല്ലോ, അതാണ് നിന്റെ
രണ്ടാമത്തെ ആയുധം. ആദ്യത്തെ ആയുധം ഏതാണെന്ന് നിനക്ക് ഉപയോഗിക്കാൻ അറിയാം. വചനത്തിലുള്ള വാഗ്ദത്വം വിളിച്ചു പറയാം, അത് ഓൾറെഡി നിനക്ക് ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ ഒരു ആയുധം കൂടെ വേണം. ആ അഭിഷേക തൈലം ഉപയോഗിക്കണം. നിന്റെ മേലുള്ള അഭിഷേകം നീ ഉപയോഗിക്കണം. എലീശ പറയാം, അത് മതി, അത് മതി. നീ എന്താ ചെയ്യുക? അടുത്തുള്ള നെയ്ബേഴ്സിന്റെ എല്ലാം കയ്യിൽ നിന്ന് ഈ ഖാലി എംപ്റ്റി വെസൽസ് അല്ലെ, കളക്ട് ബോറോ എംപ്റ്റി വെസൽസ് ഫ്രം ഹെർ നെയ്ബേഴ്സ്. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഒരു നിറഞ്ഞ പാത്രമായിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. നിറഞ്ഞ ഒരു പാത്രമായിട്ട് നമ്മൾ 40 ദിവസം ഉപവാസം ഇരുന്നാലും ഒരു എഫക്റ്റും ഇല്ല. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ എംപ്റ്റി വെസൽ ആയിട്ട് തന്നെ. അപ്പൊ എലീശ പറയണ എംപ്റ്റി വെസൽ വേണം കളക്ട് ചെയ്യാൻ. എംപ്റ്റി വെസൽസ് എല്ലാം കളക്ട് ചെയ്ത് നീയും നിന്റെ രണ്ട് മക്കളും കൂടെ, അല്ലില്ല, മക്കളെ കൂടെ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യണം. ആത്മീയ യുദ്ധത്തിൽ മക്കളെ കൂടെ ഇൻവോൾവ് ചെയ്യണം. അങ്ങനെ എല്ലാരും കൂടെ അതിനെ കളക്ട് ചെയ്ത് എന്നിട്ട് എന്താണ് പറയാ, മുറിക്കകത്ത് കയറി, then go inside and shut the door behind you and your sons. ഈ മുറിക്കകത്ത് കയറി കതവ് അടയ്ക്കാൻ പറഞ്ഞ വേറെ ഒരാളും കൂടെ ഉണ്ട്. ആരാന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഗോ ഇൻ ടു യുവർ ഇന്നർ റൂം ആൻഡ് ക്ലോസ് ദ ഡോർ ആൻഡ് പ്രേ ആൻഡ് യുവർ ഫാദർ ഹു സീസ് ഇൻ സീക്രട്ട് വിൽ റിവാർഡ് യു ഇൻ പബ്ലിക്. സീക്രട്ടിൽ കാണുന്ന നിങ്ങളുടെ അപ്പൻ നിങ്ങളെ പബ്ലിക്കായിട്ട് റിവാർഡ് ചെയ്യും. എപ്പോഴാ? അകത്ത് കയറി കഥ. പല കാര്യങ്ങളും പബ്ലിക്കലി വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അകത്ത് കയറി മുട്ടയിലിരുന്ന് ഉത്തരം ലഭിക്കുമ്പോൾ മറ്റുള്ളവർ റിവാർഡ് പബ്ലിക്കലി ആണ്. സീക്രട്ടി റിവാർഡ് തരുന്ന ദൈവവചനം പറയുന്നില്ല. സീക്രട്ടി പ്രാർത്ഥിക്കുമ്പോൾ പബ്ലിക്കലി റിവാർഡ് കിട്ടും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. നീ അകത്ത് കയറി കതവടയ്ക്കണം. ആരും നീ അഭിഷേക തൈലം ഒഴിക്കുന്നത് ആരും കാണരുത്. പ്രിയ ദൈവമക്കളെ, നിന്റെ യുദ്ധം ഫൈറ്റ് ചെയ്യാനുള്ള ആ അഭിഷേകം നിന്റെ ഉള്ളിലുണ്ട്. എലീശ പറഞ്ഞില്ല, ഓക്കെ അതെല്ലാം കളക്ട് ചെയ്തു പോയി, ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒഴിച്ചു തരാം. നോ, നീയും നിന്റെ മക്കളും കൂടെ ഒഴിക്കണം. എന്റെ യുദ്ധം ഞാൻ ചെയ്യണം, നിങ്ങളുടെ യുദ്ധം നിങ്ങൾ ചെയ്യണം. അല്ലെ? നമ്മുടെ യുദ്ധത്തിന് വേണ്ടി നമ്മൾ പാസ്റ്ററിന്റെ അടുത്ത് പോയി പാസ്റ്ററെ കോൺട്രാക്ട് ഏൽപ്പിക്കുക, പാസ്റ്ററെ പ്രാർത്ഥിച്ചോണേ, എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പാട്ടിന് പോയിട്ട് കാര്യമില്ല. നമ്മളുടെ യുദ്ധം നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 ആയുധങ്ങളാണ്. ഒന്ന്, വചനം എന്ന വാഗ്ദത്തം വിളിച്ചു പറയാ. 2, അഭിഷേക തൈലം. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേളിലുണ്ട്. അപ്പൊ അഭിഷേക തൈലം ഉപയോഗിച്ച് നമ്മളുടെ യുദ്ധം ഫൈറ്റ് ചെയ്യുക. ഈ 2 ആയുധം മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ വിജയമാ, പിന്നെ വിജയമാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ അവിടെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് എടുത്തു കാണിച്ചിട്ട് നമുക്ക് അടുത്ത ആളുടെ സമയം വേഗത്തിൽ മുൻപോട്ട് പോകുന്നു. അവിടെ ഏലീശ പറയുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. 2 Kings chapter 4 verse 7. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ എലീശ പറയുന്ന ശ്രദ്ധിച്ചോ? എലീശ പറയാണ്, ഓക്കെ, നിനക്ക് ഉള്ള പാത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോ എണ്ണയുടെ ഒഴുക്ക് നിന്നു. അപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിന്നപ്പോൾ എലീശയുടെ അടുത്ത് ഇവള് പോയി പറഞ്ഞപ്പോ എലീശ പറഞ്ഞൊരു കാര്യമാണ്, നീ ഒരു കാര്യം ചെയ്, ഗോ സെൽ ദി ഓയിൽ ആൻഡ് പേ യുവർ ഡെറ്റ്സ്. യു ആൻഡ് യുവർ സൺസ് ക്യാൻ ലിവ് ഓൺ വാട്ട് ഈസ് ലെഫ്റ്റ്. ഇതെല്ലാം വിറ്റിട്ട് കിട്ടുന്ന കാശും കൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കടം വീട്ടുക. ആദ്യം ചെയ്യേണ്ട കാര്യം കടം വീട്ടുക. ബാക്കി വരുന്നതും കൊണ്ട് നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാം. നമ്മളാണ് എന്ത് ചെയ്തേനെ? ആദ്യം വീട്ടിനകത്തെ പോയ സാധനങ്ങളെല്ലാം അങ്ങ് നിറയ്ക്കും, അല്ലെ? അയ്യോ, വീട്ടിൽ അത്യാവശ്യമായിട്ട് ഒരു മിക്സി വേണം, അല്ലെ? അത്യാവശ്യമായിട്ട് അയ്യോ ഇരിക്കാൻ ഒരു കസേറ പോലും ഇല്ല, കിടക്കാൻ ഒരു ബെഡില്ല, നടുവേദന എടുക്കും, എന്നാൽ അതെല്ലാം ആദ്യം ഒന്ന് മേടിക്കാം. ഒരു 3-4 മാസത്തേനുള്ള ഫുഡൊക്കെ ഒന്ന് മേടിച്ചൊന്ന് സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ബാക്കി വരുന്ന കടം വീട്ടാം. നോ, ഏലീശ പറഞ്ഞു, വിറ്റ് കിട്ടുന്ന കാശും കൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് കടം വീട്ടുക. ഒരു ഒറ്റ കടം പോലും ബാക്കി വരാൻ പാടില്ല. ബാക്കി വരുന്നത് മതി. ബാക്കി വരുന്നത് കൊണ്ട് നീയും നിന്റെ മക്കൾക്കും ജീവിക്കാനുള്ളത് കിട്ടും. പ്രിയ ദൈവമക്കളെ, നമുക്ക് തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. നമ്മൾ പലതും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ശരിക്കല്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ഞങ്ങള് ചണ്ഡീഗഡിലായിരുന്ന സമയത്ത് നടന്ന സംഭവം ഉണ്ടാക്കി പറയല്ല, നടന്ന സംഭവമാണ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ പീഡിയാട്രീഷ്യൻ പറയാണ്, 1 വയസ്സുള്ള കൊച്ചിന് 1 വയസ്സായപ്പോൾ
പീഡിയാട്രീഷ്യനോട് പേരൻസ് കാണാൻ വന്ന പേരൻസ് പറഞ്ഞു എന്ന്, ഈ കൊച്ചിന് വേണ്ടി ഞങ്ങള് ഇന്ന സ്കൂളിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തെന്ന്. കൊച്ചിന് 1 വയസ്സായതേ ഉള്ളൂ. കൊച്ചിനെ ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടറിനോട് ഓൾറെഡി അഡ്വാൻസ് കൊടുത്തു, ഡൊണേഷൻ. ഏതാ കൊച്ചു സ്കൂളില് കൊച്ചിനൊരു 4 വയസ്സാകുമ്പോഴത്തേന് ആ സ്കൂളിൽ കിൻഡർ ഗാർട്ടനിൽ അഡ്മിഷൻ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. സോ നമ്മള് പിള്ളേരുടെ ഭാവി, പിള്ളേരുടെ പഠിത്തം, പിള്ളേരുടെ കരിയർ, യുനോ നമ്മള് പിള്ളേരുടെ എല്ലാ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രയോറിറ്റിയാ. ഇതൊക്കെ നല്ലതാ. പക്ഷെ ചില കടങ്ങൾ കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് ആത്മമണ്ഡലത്തിൽ വിവേചിച്ചറിഞ്ഞ് അതിനെ ആദ്യം വെട്ടി മാറ്റണം. കാരണം അത് കിടക്കുന്നിടത്തോളം ഇത് എത്ര മുന്നോട്ട് പോയാലും ഈ കടക്കാരൻ വന്ന് കയറി പിടിക്കും. അതുകൊണ്ടാണ് എലീശ പറയുന്നത്, ആദ്യം നിന്റെ കടം വീട്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നോക്കിയാൽ മതി. നമ്മൾ ആത്മമണ്ഡലത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന്, ദൈവമേ എനിക്ക് എൻ്റെ അപ്പനോ എൻ്റെ വല്യപ്പനോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ വന്നു പോയ ഞങ്ങളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ, എവിടെയും ഈ ദുഷ്ടപിശാചിന് ഞങ്ങൾ ഒരു വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ വിജയമെടുത്ത് വാഗ്ദത്തം കുഞ്ഞുങ്ങളുടെ മേളിൽ പറഞ്ഞ് അഭിഷേകം തൈലം ഒഴിച്ച് അതിന് മേൽ ജയം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം പറയാം, അത് നടന്നോളും. അതാണ് പ്രയോറിറ്റി. നമുക്ക് പ്രയോറിറ്റി തെറ്റിപ്പോയി. ഒരു കാലത്തുണ്ടായിരുന്നു കേട്ടോ, ഒരു കാലത്ത് നല്ല പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അടുത്ത ആളിനെ, അപ്പൊ ഞാൻ 2 ആയുധമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. അടുത്ത ആളിനെ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ at that time Moses was born, അല്ലെ? ആ കാലത്ത് മോശ ജനിച്ചു. ആ കാലത്ത്, ഏത് കാലത്ത്? ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ലൂക്കോസ് അല്ലേ? അല്ല. പക്ഷെ അത് പറയുന്ന അവിടെ സംസാരിക്കുന്ന ആ ഒരു ഇതൊരു പ്രസംഗത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ കാലത്ത് മോശ ജനിച്ചു എന്ന് പറയുമ്പോൾ ഏത് കാലത്താ? അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് മുൻപത്തെ വാക്യം, 17-ാം വാക്യം, a time when every newborn baby, ജനിക്കുന്ന എല്ലാ കുഞ്ഞിനെയും ജനിച്ച ഉടനെ, ആൺകുട്ടിയാണെന്ന് അറിഞ്ഞ ഉടനെ സ്വന്തം അപ്പനും അമ്മയും തന്നെ രാജാവിന്റെ കൽപ്പനയെ പേടിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് നൈലിനകത്തേക്ക് എറിഞ്ഞ് കളയുന്ന ഒരു കാലം. നിയമമാണ്, ലീഗൽ നിയമം. ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിയമമാണ്. ഇതിനെ എതിർക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ലീഗൽ നിയമമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാലത്ത് മോശ ജനിച്ചു. മോശയെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതല്ലേ? ഈ ജനിച്ച ഉടനെ പിള്ളേരെ കൊല്ലുന്ന സമയത്ത് എന്തിനാ ഈ മോശനെ ഇങ്ങോട്ട് ദൈവത്തിന് എന്താ തെറ്റ് പറ്റിയോ? ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ? സത്യം പറയാം, ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇത്രയും ഈ വീഡിയോ ഗെയിംസും ഇത്രയധികം ഈ സ്മാർട്ട് ഫോണും ഒക്കെ വരുന്നതിന് കുറച്ചു മുമ്പ് ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നം വരത്തില്ലായിരുന്നു. പ്രത്യേകിച്ചും പിള്ളേരെ വളർത്തുന്നതിൽ. നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പോൾ അവർ എക്സ്പോസ് ആകുന്ന കാര്യങ്ങൾ, അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ എക്സ്പോസ് ആകുന്ന കാര്യങ്ങൾ, സങ്കടം വരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു ഇച്ചിരി നാളുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇത്രയും നമ്മൾ അങ്ങോട്ട് സഹിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു, ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയോ? ദൈവത്തിന് തെറ്റ് പറ്റുമോ? ഇല്ല. ആ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ഒരു പ്രകാശമായി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നമ്മളെ വിളിക്കുന്ന എങ്ങനെയാണ്? സോൾട്ട് ആൻഡ് ലൈറ്റ്, അല്ലെ? ഈ ലോകത്തിലെ നമ്മൾ ഓരോരുത്തരും ഈ അമേരിക്കയിലെ സോൾട്ടും ലൈറ്റുമായിട്ടാണ് ദൈവം നമ്മളെ അമേരിക്കയിലാക്കി വെച്ചിരിക്കുന്നത്, ഇല്ലേ? അമേരിക്കയിലായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സോൾട്ടും ലൈറ്റുമായിട്ട് തീരാൻ നമുക്ക് പറ്റത്തില്ല. ഒരു പരിധി വരെ പറ്റും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ല. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, നീ ആയിരിക്കുന്നിടത്ത് നീ അവിടുത്തെ ഉപ്പും, നീ ആയിരിക്കുന്ന ദേശത്ത് അവിടുത്തെ വെളിച്ചവുമായി തീരാൻ. മോശയെ കുറിച്ച് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കാലത്ത്, അപ്പോൾ ആ കാലത്ത് മോശനെ അങ്ങോട്ട് വിട്ടു. ആ കാലം ഏതെന്ന് പുറപ്പാട് പുസ്തകത്തിലാണ് അതിന്റെ ആ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, ആ ഭാഗങ്ങൾ ഞാൻ വായിപ്പിക്കുന്നില്ല, പക്ഷെങ്കിൽ അതൊന്ന് 1-ാം അധ്യായത്തിലാണ് ഫറവോൻ ഒരു പദ്ധതി, അവിടെ മലയാളം ബൈബിള് ഉപായത്താൽ എന്നൊരു വാക്യമുണ്ട്. ഇംഗ്ലീഷ് ബൈബിള് ഈ ഉപായത്താൽ എന്നല്ല, അവന്റെ ഒരു സ്കീം എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ഇൻ എ സട്ടിൽ വേ. പബ്ലിക്കായിട്ട് എല്ലാ ഇസ്രായേൽ മക്കൾക്കും ഒന്നും ഇത് ഇവന്റെ ഒരു പദ്ധതിയാണെന്ന് ക്ലിക്ക് ആവത്തില്ലാത്ത ഒരു രീതിയിൽ, ആത്മീയ കണ്ണുകളാൽ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ക്ലിക്ക് ആവത്തുള്ളൂ, എല്ലാവർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ആ ഒരു രീതിയിൽ ഇദ്ദേഹം കുറെ കാര്യങ്ങൾ ആദ്യം ശ്രമിച്ചു. ഏതാ?
ആ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ ആദ്യം ഈ മിഡ്വൈഫ്സ് ഉണ്ടല്ലോ, ക്ഷിപ്ര, പൂവ, അവരെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ദേ നിങ്ങളെ ഈ പ്രഗ്നന്റ് ആയ സ്ത്രീകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുണ്ടായ ഉടനെ ഓടിച്ചെല്ലണം കേട്ടോ. ആങ്കൊച്ചാണെങ്കിൽ അങ്ങ് കൊന്നു കളയണം. ഞാൻ നിങ്ങൾക്ക് എന്തുവാ ഗവൺമെന്റ് അലവൻസ് തരാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ എന്താ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഗവൺമെന്റ് ജോലി തരാം, കൊട്ടാരത്തിലായിരിക്കും നിങ്ങൾക്ക് പിന്നെ താമസം, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ, ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവർക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കണ്ട, ഇവർക്ക് ദൈവഭയം മതി. അതുകൊണ്ട് ഈ 2 സ്ത്രീകള് ഇവന്റെ ഈ ട്രാപ്പിനകത്ത് വീണില്ല. അപ്പൊ അതുകൊണ്ട് എന്നിട്ടും ഈ ഇസ്രായേൽ മക്കളുടെ ആൺകുട്ടികൾ ജനിക്കുകയും വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് അപ്പോൾ അവനൊരു പിടികിട്ടി. അവന് പദ്ധതി മാറ്റി. 22-ാം വാക്യം ആയപ്പോഴത്തേന് അവനൊരു പബ്ലിക്, ആ 22-ാം വാക്യത്തിലാണ് അവൻ പറയുന്നത്, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയട്ടെ. എവറി ഹീബ്രു ബോയ് ദാറ്റ് ഈസ് ബോൺ യു മസ്റ്റ് ത്രോ ഒരു കമ്പൽസറി പബ്ലിക് ഓർഡറും കൊടുത്തു. ഇത്രയും നാൾ ഉപായത്താലായിരുന്നു കേട്ടോ. ഇത്രയും നാള് എല്ലാവർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു. പക്ഷെ ഇനി അവന് മനസ്സിലായി, ഇനിയിപ്പോ യുദ്ധം, എനിക്ക് അധികം സമയമില്ല, ഇസ്രായേൽ അങ്ങ് വർദ്ധിച്ചുകൊണ്ട് വരുക, അതുകൊണ്ട് ഇനി ഡയറക്റ്റ് ആയിക്കോട്ടെ, പബ്ലിക് ഓർഡർ, ജനിച്ച ഉടനെ എറിഞ്ഞു കളയണം. അതിനെ പേടിച്ച് പല ഇസ്രായേൽ മക്കളും പലതും ചെയ്തു, പലരും. പക്ഷെ ദൈവം നോക്കി, ജോഖേബേദ് മാത്രം അവള് ചെയ്യത്തില്ല എന്നൊരു ഉറപ്പ് ദൈവത്തിന് ഉണ്ടായിരുന്നോണ്ട് മോശെ ജോഖേബേദിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇത് പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, പിശാച് നമ്മൾ ഈ ആയിരിക്കുന്ന ദേശത്തുണ്ടല്ലോ, കുറെ നാളായിട്ട് അവൻ ഉപായത്താൽ പലതും ശ്രമിച്ചു. ആദ്യം സ്കൂളുകളിൽ നിന്നൊക്കെ ബൈബിളൊക്കെ എടുത്തൊന്ന് മാറ്റി നോക്കി. പിന്നെ പിള്ളേരോടൊക്കെ ഇവല്യൂഷൻ ആണ് ശരി, ക്രിയേഷൻ തെറ്റാണ്, അങ്ങനൊന്നും ഇല്ല. പിന്നെ പതുക്കെ ദൈവമില്ല, സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഹൂ ഈസ് ഗോഡ്, ഇഫ് ഗോഡ് ഈസ് ദർ വി കനോട്ട് പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ത്രൂ സയൻസ്. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഒക്കെ ബ്രെയിൻ ഇങ്ങനെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിതൊന്നും അറിയത്തില്ല. ഇവന് ഉപായം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ അവന് പിടികിട്ടി. ഇപ്പൊ അവൻ എന്തുവാ, ഇവനിപ്പോ ഉപായവും വേണ്ട, ഒന്നും വേണ്ട, ഇവൻ പബ്ലിക് അറ്റാക്ക് ആണ്, ഡയറക്റ്റ് അറ്റാക്ക് ആണ്. സ്കൂളുകളിൽ കയറി ചെല്ലുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക, നിനക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ലൈബ്രറീസിൽ പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിലെ ലൈബ്രറീസിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഡയറക്റ്റ് അറ്റാക്ക് അവൻ അങ്ങ് തുടങ്ങിയിരിക്കുക. അവൻ ഇനി ഉപായമൊന്നും ഇല്ല. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്നറിയോ, നമ്മളും ഈ യോക്യഭേദിന്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുക, ഇപ്പുറത്തെ വീട്ടിൽ താമസിച്ച് ഇസ്രായേൽ മക്കളെ പോലെ പലപ്പോഴും നമ്മൾ വായിപ്പോകും. നമ്മൾ എന്താ ഓർക്കുന്നത്, അയ്യോ, പിന്നെ എല്ലാ പിള്ളേരും ചെയ്യുന്ന പോലെ നമ്മുടെ കൊച്ചും ചെയ്തില്ല, നമ്മുടെ കൊച്ചിന് ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് വരത്തില്ലേ, എന്നാ പൊക്കോ മോളെ, എന്നാ പൊക്കോ മോനെ. ഹല്ലേലൂയ, സ്തോത്രം. യോക്യഭേദ് പറഞ്ഞു, നോ, എല്ലാരും ചെയ്യുന്ന പോലെ എനിക്ക് ഫറോനെ പേടിയില്ല, എല്ലാരും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, നമുക്കറിയാം, ആ ഭാഗം ഞാൻ വായിപ്പിക്കുന്നില്ല. എബ്രായ ലേഖനം 11-23 വാക്യത്തിൽ പറയുന്നുണ്ട്, ബൈ ഫെയ്ത്ത് മോസസ് പേരൻസ് ഹിഡ് ഹിം ഫോർ 3 months. വിശ്വാസത്താലാണ് അവര് 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചത്. അതിന്റെ കാരണം പറയുന്നുണ്ട്, ഫോർ ദേ വർ നോട്ട് അഫ്രൈഡ് ഓഫ് ദ കിങ്സ് ഈഡിക്റ്റ്. ആ രാജാവിന്റെ കൽപ്പന അവര് ഭയപ്പെട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഈ ദേശത്തെ രാജാവ്, ഈ ലോകത്തിന്റെ രാജാവ് ഞാനാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയുണ്ട്. നമ്മൾ പലപ്പോഴും അവൻ പലതും പറഞ്ഞു പേടിപ്പിക്കും. പേടിക്കരുത്. ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞിട്ടാണ്, അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകതയാണ്, ഒരു ദൈവ പൈതലാണോ തിരിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് ഭയമില്ല. the righteous are as bold as the lions എന്നാണ് പ്രോവർബ്സ് പറയുന്നത്, അല്ലെ? ദ റൈച്ചസ് ആർ ആസ് ബോൾഡ് എന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ധൈര്യമായിരിക്കും. അത് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒരാൾ നമ്മളോട് സംസാരിച്ചാല് ഇതൊരു ധൈര്യം, ഇത് ഭയങ്കര ധൈര്യമുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് അവർക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. അപ്പോൾ ഈ സ്ത്രീ, ഈ ജോക്യബേദ് പറയാണ്, ഞാൻ പേടിക്കത്തില്ല, ഐ വിൽ നോട്ട് ഫിയർ ദ കിങ്സ് ഈഡിക്റ്റ്. ഭർത്താവിനോടും പറഞ്ഞു. എന്നിട്ട് എന്താ, ഈ കുഞ്ഞിനെ 3 മാസത്തോളം അവൾ ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, ഈ കുഞ്ഞിന് 3 മാസം അവളുടെ തീരുമാനം കാരണം, തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളല്ലേ, എല്ലാ വീട്ടിലും ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ എടുത്തു കളയാ. അപ്പൊ ഇവളുടെ വീട്ടിൽ മാത്രം ഈ കുഞ്ഞ് 3 മാസത്തോളം ജീവിച്ചിരിക്കാൻ കാരണം എന്താ പറയുക, കൊച്ചു പിള്ളേരുടെ സ്വഭാവമല്ലേ കരയും. ദൈവം പറഞ്ഞു, മോനെ നീ 3 മാസം കരയല്ലേ. ഈ കൊച്ചു എപ്പം നോക്കിയാലും ചിരിച്ചോണ്ടിരിക്കുക. അപ്പനും അമ്മയും വരുമ്പോ എല്ലാം ചിരിച്ചോണ്ട് സ്മൈലിങ് കുഞ്ഞ, ഒരു കരച്ചിലും ഇല്ല. പിന്നെ
3 മാസം കഴിഞ്ഞപ്പോ വലിപ്പം വലുതായി. അപ്പൊ ഇവക്ക് മനസ്സിലായി ഇനിയിപ്പം ഏനോ എന്തേലും ചെയ്തേ പറ്റൂ. അപ്പൊ ഇവള് ചിന്തിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. ഈ ഇതുപോലെ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവള് പുറകോട്ട് ചിന്തിച്ചു. അപ്പച്ചന്മാരൊക്കെ എങ്ങനെയാ ചെയ്തേ? അപ്പച്ചന്മാര് യാക്കോബ് എന്താണ് ചെയ്തേ? അബ്രഹാം എന്താ ചെയ്തേ? ചിന്തിച്ചു വന്നപ്പോ അവൾക്ക് ഒരു അപ്പച്ചനെ ഓർമ്മ വന്നു. ആ അപ്പച്ചൻ ചെയ്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ അപ്പച്ചന്റെ കാലം ഇതുപോലത്തെ ഒരു കാലം. ദൈവം ഞാൻ ലോകത്തെ മുഴുവനും നശിപ്പിക്കുമെന്ന് തീരുമാനം എടുത്ത കാലം. പക്ഷെ ഈ അപ്പച്ചനെ മാത്രം കൊന്നില്ല. കാരണം എന്തുവാ? അവള് ചിന്തിച്ചു, അവക്ക് മനസ്സിലായി ആ അപ്പച്ചൻ വലിയൊരു പെട്ടകം ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്തും പുറത്തും സോറി ഉത്പത്തി പുസ്തകം അതിന്റെ 6:14 അതൊന്ന് വായിക്കാമോ? 6:14. ജനസിസ് ചാപ്റ്റർ 6:14. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. അതിന്റെ പുറകിലത്തെ വാക്ക്, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. ഓക്കെ. മലയാളത്തിൽ അതിന്റെ മുമ്പത്തെ വാക്കാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: സോ മേക്ക് യുവർ സെൽഫ് ആൻ ആർക്ക് ഓഫ് സൈപ്രസ് വുഡ്. ചില പഴയ വേർഷൻസിലൊക്കെ ഗോഫർ വുഡ് എന്നാണ്. മേക്ക് റൂംസ് ഇൻ ഇറ്റ് ആൻഡ് കോട്ട് ഇറ്റ് വിത്ത് പിച്ച് ഇൻസൈഡ് ആൻഡ് ഔട്ട്. അപ്പൊ അവളിങ്ങനെ ചിന്തിച്ചു, അപ്പച്ചന്റെ കഥ ഞാൻ കേട്ടിട്ടുള്ളൂ, അപ്പച്ചൻ ഇങ്ങനാണല്ലോ ചെയ്തേ. അപ്പച്ചനും മക്കളും എല്ലാം രക്ഷപ്പെട്ടല്ലോ, ബാക്കി എല്ലാരും വെള്ളം അകത്ത് കയറാതിരിക്കാൻ അപ്പച്ചൻ എന്നാ ചെയ്തേ? അവക്ക് പിടികിട്ടി. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ഗോഫർ മരം തപ്പി ഞാൻ എവിടെ പോകാനാ? എനിക്ക് എവിടുന്ന് കിട്ടാനാ ഗോഫർ മരം? പക്ഷെ അപ്പൊ ഈ നൈൽ നദിയുടെ അടുത്ത് ഈ ബുൾറഷസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ഒരു നീളമുള്ള കാട് പോലെ ഇങ്ങനെ വളർന്നു വരുന്ന അത് വെച്ചിട്ട് അവൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി. ഷീ മെയ്ഡ് എ ബാസ്ക്കറ്റ് ഓഫ് ബുൾറഷസ്. എന്നിട്ട് ഒരു കുഞ്ഞു ബാസ്ക്കറ്റ് ഉണ്ടാക്കി. അവൾ പറഞ്ഞു, എനിക്ക് ഏതായാലും ഈ ഗോഫർ മരവും അത് അങ്ങോട്ടൊക്കെ ഒരു ആക്സസ് ഇല്ല. അപ്പോൾ അവൾ എന്താ ചെയ്ത? ഈ പുറപ്പാട് ദിവസം അവൾ ചെയ്ത നമുക്ക് നോക്കാം. എക്സഡസ് ചാപ്റ്റർ 2 3-ാം വാക്യം ഒന്ന് വായിക്കാം. ജോക്കബേദ് ചെയ്ത കാര്യം. ബട്ട് വെൻ ഷീ കുഡ് ഹൈഡ് ഹിം നോ ലോnger, she got a basket of bulrush for him and coated it with tar and pitch. പുറപ്പാട് 2:3. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിനെ പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണ പെട്ടകം മലയാളത്തിൽ ഞാങ്ങണ പെട്ടകം. ഇവിടെ ഒരു ചെറിയ ബാസ്ക്കറ്റ് ഓഫ് ബുൾറഷ്. അതായത് അവക്ക് വലിയൊരു ആർക്കൊന്നും പണിയാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിന്റെ ആവശ്യവും ഇല്ല അവക്ക്. പക്ഷെ ഈ ഗോഫർ മരത്തോട് ഒരു ആക്സസ് ഇല്ല. പക്ഷെ ഈ ഞാങ്ങണ എന്ന് പറയുന്നത് അതിന് അവക്ക് ആക്സസ് ഉണ്ട്. ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അപ്പച്ചൻ ചെയ്ത് എന്താ അത് തന്നെ അവളും ചെയ്തു. അകത്തും പുറത്തും അവളും കീല് തേച്ചു. ഹല്ലേലൂയ. അവള് പറഞ്ഞു, എന്റെ അപ്പച്ചൻ അത് ചെയ്തിട്ട് എന്റെ അപ്പച്ചനെ ദൈവം രക്ഷിച്ചെങ്കിൽ എന്റെ കുഞ്ഞിനെയും ദൈവം രക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ അപ്പച്ചന്മാര് ചെയ്തത് എന്തായിരുന്നു? അവരൊക്കെ ചെയ്തത് എന്തെന്നറിയോ? ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും എത്ര പൈശാചിക ബന്ധനം ഉണ്ടെങ്കിലും അവരൊക്കെ നിലനിന്ന് പോയതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു: വിശുദ്ധിയും വേർപാടും. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധി, ഹോളിനെസ്സിന് വേണ്ടി നിലനിൽക്കുക. ദൈവഭയം, ദൈവത്തിന്റെ ഹിതമല്ലാത്തത് ഒന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. ഹോളിനെസ്സിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, വിശുദ്ധിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഉണ്ടല്ലോ, ദൈവം രക്ഷിക്കും. വേറെ ആരും കൂട്ടില്ലെങ്കിലും. നോഹയെ രക്ഷിച്ചതുപോലെ തന്നെ ഈ യോഖേബേദിന്റെ കുഞ്ഞിനെ മാത്രം എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവം രക്ഷിച്ചു? വേറെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ നൈൽ നദി പോയപ്പോൾ ഇവള് മാത്രം ഇതിനകത്ത് കീല് തേച്ചു. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി. ഇതാണ് നമ്മളുടെ 3-ാമത്തെ ആയുധം. ആദ്യം ദൈവവചനത്തിലെ വാഗ്ദത്തം. 2 നമ്മുടെ മേലുള്ള ആത്മാവിന്റെ അഭിഷേകം. 3 വിശുദ്ധി മുറുകെ പിടിക്കുക. നമ്മുടെ അപ്പച്ചന്മാർക്ക് അത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അത് ഇന്ന് ഇല്ലാതെ ആയി പോകുന്നത്. എല്ലാരും ചെയ്യുന്നതല്ലേ നമ്മൾ ചെയ്യണ്ടെന്നേ. ഹല്ലേലൂയ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം ഡിഫറെന്റ്, ഐ ആം കോൾഡ്. എന്റെ മേലുള്ള ഒരു വിളിയുണ്ട്. ആ വിളിയും ദൈവത്തിന്റെ ആ സംരക്ഷണം മാറിപ്പോകാതിരിക്കണമെങ്കിൽ ഞാൻ വിശുദ്ധി കാത്ത് പരിപാലിക്കണം, സൂക്ഷിക്കണം.
ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ജീവിക്കുകയും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്താൽ, കുഞ്ഞുങ്ങളെ അത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അപ്പച്ചന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവര് പ്രാർത്ഥിക്കുമ്പോൾ ഫുഡ് ഇല്ലാഞ്ഞു പ്രാർത്ഥിച്ചു, പിന്നെ പോയി അടുപ്പേ നോക്കിയപ്പം ചോറുണ്ടായി. ഈ കഥകളൊക്കെ നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. നമുക്കതൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ ഇച്ചിരി മടിയാണ്. ദേ നീഡ് ടു നോ, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അമേരിക്കയിൽ വളരുവാണെങ്കിലും ദേ നീഡ് ടു നോ നമ്മുടെ റൂട്ട്സ് എവിടെയായിരുന്നു. വിശ്വാസത്താൽ ആദ്യത്തെ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു, ദേ നീഡ് ടു നോ. അപ്പോൾ അതിന്റെ ഒരു ആത്മീയ ഒരു വലിയൊരു മർമ്മം ഞാൻ ഇവിടെ കണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, എബ്രായ ബൈബിളില് ഞാൻ ഈ പഴയ നിയമം വായിക്കുമ്പോൾ ഒക്കെ ഞാൻ പലപ്പോഴും ഈ ഹീബ്രു ബൈബിൾ എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈ എബ്രായ ബൈബിളില് ഈ പറയുന്ന ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 14 ആ പണിത ആ സാധനത്തിന്റെ പേരെന്തെന്നറിയോ? തെബ. തെബ എന്നാണ് എഴുതിയിരിക്കുന്നത്, തെബ. ഈ എക്സഡസ് ചാപ്റ്റർ 2 വേഴ്സ് 3 പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തില് യോക്കേബേദ് പണിത ഈ കുഞ്ഞു സാധനത്തിനും എബ്രായ ബൈബിളിൽ വിളിച്ചിരിക്കുന്നത് തെബ. അവള് പണിതത് വലിയൊരു പെട്ടകമല്ല, അവൾ ഉപയോഗിച്ചത് ഗോഫർ മരമല്ല. പക്ഷെ അവള് വിശ്വാസത്താൽ അപ്പച്ചൻ ചെയ്ത ഒരു സ്റ്റെപ്പ് എടുത്തപ്പോ ദൈവം പറഞ്ഞു, അത് തെബ എങ്കിൽ നീ ചെയ്യുന്നതും തെബ. അതിനെ ഞാൻ തെബ എന്ന് വിളിക്കുമെങ്കിൽ നീ ചെയ്യുന്നതും തെബ. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ, നമുക്ക് വലിയ കപ്പാസിറ്റി ഒന്നും കാണത്തില്ല, പക്ഷെ വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയുടെ ഒരു സ്റ്റാൻഡ് എടുത്താണ്ടല്ലോ, ദൈവം നമ്മളെ മാനിക്കും. ഹി വിൽ സീ. നമ്മുടെ അപ്പച്ചന്മാര് ചെയ്ത വിശ്വാസത്തിന്റെ വലിയ വീരപ്രവർത്തികളോടൊപ്പം നമ്മളെയും കാണും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഈ മൂന്ന് ആയുധങ്ങളാണ് ഈ രണ്ട് സഹോദരിമാരുടെ, ഈ രണ്ട് അമ്മമാർ ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സമയം സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ? ഈ കുഞ്ഞ് ഇതിനകത്ത്, ഈ കഴിഞ്ഞ 3 മാസമായിട്ട് കരയാത്ത കുഞ്ഞുണ്ടല്ലോ, കറക്റ്റ് ആള് വന്ന് പെട്ടകം തുറന്നപ്പോ ഒരൊറ്റ കരച്ചില്. ഫറവോന്റെ മോള് വന്ന് പെട്ടകം തുറന്നപ്പോഴേ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ദ ബേബി വാസ് ക്രൈങ് ആൻഡ് ഷീ ഫെൽറ്റ് സിമ്പത്തി ഫോർ ദ ബേബി. അത്ര നേരം ഈ കൊച്ചിന് കരയുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസം അപ്പനെയും അമ്മയും ദുഃഖിപ്പിച്ചില്ല. ഫറവോന്റെ മോളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഒരൊറ്റ കരച്ചില്. മമ്മി എന്നെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കരച്ചില്. ദാറ്റ് ലേഡി ഫെൽറ്റ് സിമ്പത്തി. ഈ കറക്റ്റ് സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഒരു കണ്ണുനീര് വീണാൽ തന്നെ മതി, ഈ കൊല്ലാൻ പദ്ധതി ഇടുന്നവനെ കൊണ്ട് തന്നെ ദൈവം ലൈഫ് ടൈം സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അമ്മമാർ അതുപോലെ നിന്നാ ദൈവം കുഞ്ഞുങ്ങളെയും അതനുസരിച്ചെടുത്ത് ഉപയോഗിച്ചോളും. നമുക്ക് വേഗത്തിൽ വേറെ ഒരു അമ്മയെ കൂടെ കാണാം ഉള്ള സമയത്തിന്. നമുക്ക് എല്ലാവർക്കും അറിയാം 3-ാമത്തെ ക്യാരക്ടർ, അതും ഉത്പത്തി പുസ്തകത്തിൽ തന്നെയാണ്, 16-ാം അധ്യായത്തിൽ. ഈ ഉത്പത്തി പുസ്തകം 16-ാം അധ്യായത്തില് കാണുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമാണ് മനുഷ്യർക്ക് പേരിടുന്നത് പലപ്പോഴും ബൈബിളിൽ, അല്ലെ? അബ്രാം, നിന്റെ പേര് ഇനി അബ്രാം അല്ല അബ്രഹാം ആയിരിക്കും എന്ന് പറഞ്ഞു. യാക്കോബിനോട് പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് അല്ല ഇസ്രായേൽ ആയിരിക്കും. അങ്ങനെ ദൈവം പലർക്കും പേരിട്ടു. പക്ഷെ ഈ ഒരു പുള്ളിക്കാരത്തി എന്ത് ചെയ്തെന്ന് അറിയോ? ദൈവത്തിന് പേരിട്ടു. അതിന്റെ 16-ന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഉത്പത്തി പുസ്തകം 16-ന്റെ 13. ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 13. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ആമേൻ. അവള് ദൈവത്തിന് ഒരു പേരങ്ങ് ഇട്ടു. ദ ഗോഡ് ഹു സീസ് മീ, എന്നെ കാണുന്നവൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേര് അങ്ങോട്ട്. ഇത് ആരാ? ഈ സ്ത്രീക്ക് വലിയൊരു വെളിപ്പാടാ കിട്ടുന്നത്. ഈ സ്ത്രീ ഒരു യഹൂദ സ്ത്രീ അല്ല. ഈ സ്ത്രീ ഒരു യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു അന്യജാതിക്കാരത്തി സ്ത്രീയാണ്. ഒരു ജെന്റൈൽ, ഒരു ഈജിപ്ഷ്യൻ സ്ലേവ് ആണ്, ഒരു അടിമയാണ്. ആ സ്ത്രീക്ക് ദൈവം അവൾക്കൊരു ഒരു വലിയൊരു വെളിപ്പാട് കിട്ടുകയാണ്. ദൈവം അബ്രഹാമിനോടും സാറായോടും നിങ്ങൾക്ക് ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടെന്ന് ഒരു വാഗ്ദത്തം കൊടുത്തിട്ട് 10 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടാവാഞ്ഞപ്പം ഈ സാറയുടെ വായിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ ഇതിന്റെ 16-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ഹാസ് കെപ്റ്റ് മീ ഫ്രം ബിക്കമിങ് പ്രഗ്നന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്, സാറ. അപ്പൊ അവളുടെ ഒരു പദ്ധതിയാണ്, അവളും ഭർത്താവും സാറായും അബ്രഹാമും ഇവർ രണ്ടുപേരും കൂടെ നോക്കിയപ്പോൾ നമുക്കൊരു വൂമ്പ്, ഒരു ഇൻക്യുബേറ്റർ. ഒരു സ്ത്രീയെ അല്ല കണ്ടേ. ഹാഗാറിനെ നോക്കിയപ്പം ഒരു സ്ത്രീയെ അല്ല കണ്ടേ. നോക്കിയപ്പോ അവരുടെ ആവശ്യത്തിന്, അവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ ഒരു ഷോർട്ട് കട്ട്, ഒരു വൂമ്പ്, ഒരു കരിയറിനെ മാത്രമേ അവർ കണ്ടുള്ളൂ.
ഹാഗാർ എന്ന സ്ത്രീയെ അവർ കണ്ടില്ല. പലപ്പോഴും നമ്മളെ പലരും അവരുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഒരു വ്യക്തിയാണെന്നുള്ള ഒരു പരിഗണന പോലും തരത്തില്ല. ഈ ഹാഗാറിനോട് ഇത് ചെയ്തത് ആരാന്നറിയോ? ദൈവ മക്കൾ എന്നറിയപ്പെടുന്ന 2 പേര്. ഈ ഹാഗാർ ആണെങ്കിൽ ഒരു അന്യജാതിക്കാരത്തി, സ്ലേവ് ആണ്. പക്ഷെ ദൈവമക്കൾ എന്നറിയപ്പെടുന്ന അബ്രഹാമും സാറായും അവളെ ട്രീറ്റ് ചെയ്തത് ശരിക്കല്ലായിരുന്നു. കുഞ്ഞുണ്ടായതിനു ശേഷമാണെങ്കിലും അവളെ വീട്ടിൽ നിന്ന് അവളോട് മിസ്ട്രീറ്റ് ചെയ്തപ്പോഴത്തേന് അവൾ അവിടുന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അങ്ങനെ അവൾ ജീവനെ രക്ഷിച്ച് ഓടിപ്പോകുകയാണ്. സേറ മിസ്ട്രീറ്റഡ് ഹെർ. ഇംഗ്ലീഷ് ബൈബിളിൽ മിസ്ട്രീറ്റഡ് ഹെർ. ചില ഇതിൽ പറയുന്നത് അവളെ ആ വാക്യം ഒന്ന് മലയാളത്തിൽ വായിക്കാവോ? ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 6. അബ്രാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ കാഠിന്യം തുടങ്ങി. അതായത് കാഠിന്യമായിട്ട് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്ന ഒരാള് വളരെ മോശമായി മറ്റൊരു വ്യക്തിയോട് പെരുമാറിയപ്പോൾ തന്നെ ആ വ്യക്തി അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയപ്പോഴാണ് ഒരു ദൈവദൂതൻ എന്നല്ല, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, അല്ലെ? ജെനസിസ് 16 9 വാക്യത്തില് അവിടെ ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ഈ പഴയ നിയമത്തിൽ then the angel of the Lord told her. അപ്പം അതിന്റെ 7 വാക്യത്തിൽ കാണുന്നുണ്ട്, then the angel of the Lord found Hagar near a spring. എവിടെയൊക്കെ യഹോവയുടെ ദൂതൻ അല്ല ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് എടുത്തു പറയുന്നു, സാധാരണ ആൻ ഏഞ്ചൽ എന്ന് പറയും, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നും പറയും. ആൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ദൂതൻ. പക്ഷെങ്കിൽ പഴയ നിയമത്തിൽ എവിടെയൊക്കെ ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് എടുത്തു പറയുന്നുണ്ടോ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു ആണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഹാഗാറിന്റെ മുന്നേ വന്നി. അപ്പം ഒന്ന് ചിന്തിക്കണേ, നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ വിശുദ്ധരാണോ, അവരെക്കാട്ടിലൊക്കെ വിശുദ്ധർ നമ്മളാണെന്നൊക്കെ ചിന്തിച്ചു പോയാൽ അത് വലിയ അപകടമാ. കാരണം അവരെ കർത്താവായ യേശു ക്രിസ്തു കാണുന്നു. ദ ലോർഡ് ഹൂ സീസ് മീ എന്ന് അവൾ അവിടെ പറഞ്ഞു. അവൾക്ക് ആ ഒരു റെവലേഷൻ കിട്ടി. അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞ വേറൊരു കാര്യം ഇതിനി ഞാൻ സംസാരിക്കുന്നത് ആയുധമല്ല, പ്രൊട്ടക്റ്റീവ് ഗിയർ ആണ്. 3 ആയുധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് ശത്രു അറ്റാക്ക് ചെയ്യുമ്പോൾ ഏശാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. 9 വാക്യം ഒന്ന് വായിക്കാം. 16 യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. ആമേൻ. ഓക്കെ, അത്രയും മതി. അവിടെ ആ വാക്ക് ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ കർത്താവിന്റെ സൊല്യൂഷൻ. കർത്താവ് പറയാ, ആദ്യം അവളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടുന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു? അപ്പൊ അവള് ഭയങ്കര തന്ത്രപൂരം എവിടുന്ന് വരുന്നു എന്ന് മാത്രം പറഞ്ഞു, എവിടോട്ട് പോകുന്നു എന്നുള്ളത് അവള് പറഞ്ഞില്ല. അവളുടെ ഉദ്ദേശം മിക്കവാറും ഈജിപ്തിലോട്ട് തിരിച്ചൊന്ന് ഓടിപ്പോണം, അവിടെ പോയി എന്തേലും ഒരു അടിമവേല ചെയ്തോ എന്തേലും എങ്ങനെയും ഞാൻ ഈ വയറ്റിലുള്ള കുഞ്ഞിനെ വളർത്തിക്കോളാം എന്നുള്ള ചിന്തയും കൊണ്ടായിരിക്കും അവള് പോകുന്നത്. പക്ഷെ കർത്താവ് ചോദിച്ചു, അതിന്റെ പകുതി ഉത്തരം കൊടുത്തു. കർത്താവ് ബാക്കി കേൾക്കാൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുന്ന നീ അങ്ങ് ചെയ്യുക. എന്താ? ഗോ ബാക്ക്. എങ്ങോട്ടാ? ഈ ഉപദ്രവിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക്. ഈ ഉപദ്രവിക്കുന്ന ഫിസിക്കലി ഉപദ്രവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ചിലപ്പം വായിന്ന് വരുന്ന വാക്കുകളായിരിക്കും. എന്തോ തിരിച്ചു പോവാൻ പറഞ്ഞു. തിരിച്ചു പോയി എന്ത് ചെയ്യാൻ പറഞ്ഞു? കീഴടങ്ങിയിരിക്കാൻ. സബ്മിറ്റ്. ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് ഇച്ചിരി സ്ട്രോങ് ആ. നമുക്ക് സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് പലപ്പോഴും എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണെങ്കിലും നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു വാക്കാ, ഇല്ലേ? കീഴടങ്ങിയിരിക്കുക. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ദൈവദാസന്മാരെ വായിക്കുന്ന ഒരു വാക്യമാ. കേൾക്കാൻ ഒരു സുഖവും ഇല്ല, പക്ഷെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം പറയുന്നത്, നീ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്, നിന്റെ ഭർത്താവിന് അടങ്ങിയിരിക്കുക. വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെങ്കിൽ നിന്റെ മാതാവിനും പിതാവിനും കീഴടങ്ങിയിരിക്കുക. കാരണം എന്താണെന്നറിയോ? അതിനകത്ത് വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഭയങ്കര ഒരു വലിയ പ്രൊട്ടക്ഷൻ. അപ്പൊ കർത്താവ് അതിനകത്തെ പദ്ധതികൾ മുന്നോട്ട് പറയാണ്. നിനക്കിപ്പോൾ മനസ്സിലാവത്തില്ല, നീ തിരിച്ചുപോയി കീഴടങ്ങി ഇരുന്നാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. 10 വാക്യം. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണി. ഒരു മിനിറ്റ്, അവിടെ നമുക്കൊന്ന് പോസ് ചെയ്യാം. അവിടെ യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, അതായത് നീ ഇങ്ങനെ ചെയ്താൽ, നീ മടങ്ങിപ്പോയി കീഴടങ്ങിയിരുന്നാൽ അതിന്റെ പിന്നിലുള്ള ഒരു അനുഗ്രഹം എന്താണ്? നിന്റെ ഐ വിൽ ഇൻക്രീസ് യുവർ ഡിസെൻഡൻസ് സോ മച്ച്. നിന്റെ സന്തതിയെ ഞാൻ വളരെയധികം വർദ്ധിപ്പിക്കും. ഒരു സ്ത്രീയോട് ദൈവം പറയുന്നത് ഇവിടെയാണ്.
സാധാരണ ബൈബിളിൽ ഈ ഒരു വാഗ്ദത്തം പലരോടും പറഞ്ഞിട്ട് അതെല്ലാം പുരുഷന്മാരായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ദൈവം ഒരു സ്ത്രീയോട് പറയാണ്, നിന്റെ സന്തതി, അതും ഒരു എബ്രായ സ്ത്രീ അല്ല, ഒരു അടിമ സ്ത്രീ, ഒരു ഈജിപ്ഷ്യൻ സ്ലേവ്. അവളോട് അറിയാം, നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. എന്താ ഞാൻ പറയുന്ന ആ ഒരു ഓർഡർ അനുസരിച്ച് നീ ജീവിച്ചാൽ, ദൈവത്തിന്റെ ഓർഡറാണ് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കാം. 11-ാം വാക്യം. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവനെ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. അവളുടെ കുഞ്ഞിന്, വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് വരെ ദൈവം പേര് കൊടുക്കും. എന്താണ്? ഇഷ്മായേൽ. ഇഷ്മായേൽ എന്റെ അർത്ഥം ദ ലോർഡ് ഹിയേഴ്സ്, യഹോവ കേൾക്കുന്നു. ഇവൾക്കൊരു വെളിപ്പാട് കിട്ടി. എന്താണ്? എന്നെ കാണുന്നവൻ, യേശു എന്നെ കാണുന്നു, യഹോവ എന്നെ കാണുന്നു. ആരെന്നെ കണ്ടില്ലെങ്കിലും അയ്യോ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്നുള്ള വലിയൊരു വെളിപ്പാട് അവൾക്ക് ആദ്യം കിട്ടി. ഇപ്പൊ ദൈവം അവൾക്ക് അങ്ങോട്ടൊരു വേറെ രണ്ടാമത്തെ വെളിപ്പാട് കൊടുക്കുക. മോളെ, ഞാൻ കാണുന്നവൻ മാത്രമല്ല കേട്ടോ, ഞാൻ കേൾക്കുകയും ചെയ്യും. യഹോവ കേൾക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കരച്ചിലെല്ലാം, നിന്റെ വായിന്ന് വരുന്ന ഓരോ കാര്യവും കേൾക്കുന്നവനും കൂടിയാണ് ഞാൻ. അപ്പൊ രണ്ട് വെളിപ്പാടാണ് അവൾ ഇവിടെ പ്രാപിക്കുന്നത്. എന്നെ കാണുന്നവനായ ദൈവം, എന്നെ കേൾക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ദൈവം പറയാം, ഞാൻ നിന്നെ കാണുകയും ഞാൻ നിന്റെ അവസ്ഥ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്തിനാ ഇവൾക്ക് ഈ പേര് കൊടുത്തെന്നറിയോ? കൊച്ചിന്റെ പേര് ഇഷ്മായേൽ എന്നിടാൻ കാരണം എന്താണെന്നറിയോ? ഭയങ്കര പദ്ധതിയാ കേട്ടോ. കർത്താവ് പറയാ, നീ തിരിച്ചുപോയി കീഴടങ്ങിയിരിക്കാൻ. കർത്താവിനറിയാം അധികം നാളൊന്നും ഇവൾ ആ വീട്ടിൽ താമസിക്കത്തില്ല. ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അവർക്കൊരു വാഗ്ദത്തം കൊടുത്തത് നിറവേറ്റും. അപ്പൊ അവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ അവർ ഈ പെണ്ണിനെയും കുഞ്ഞിനെയും പുറത്താക്കും. അപ്പോൾ അന്ന് ഇവള് ഈ മരുഭൂമിയിൽ കൂടെ അലഞ്ഞ് ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവളുടെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങൾ വരും. ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പക്ഷെ ഓരോ പ്രാവശ്യവും കൊച്ചിന്റെ പേര് ഇഷ്മായേലെ, ഇഷ്മായേലെ എന്ന് വിളിക്കുമ്പോൾ യഹോവ എന്നെ കേൾക്കുന്നു, യഹോവ എന്നെ കേൾക്കുന്നു എന്ന് അവളോട് തന്നെ അവൾ വിളിച്ചു പറയുകയാണ്. അപ്പൊ ദൈവം നേരത്തെ അവൾക്ക് ഒരു പദ്ധതി ഒരുക്കി കൊടുക്കുകയാണ്. മോളെ, നീ വിഷമിക്കരുത്, നീ വിഷമിക്കരുത് കേട്ടോ. നിന്റെ ഭാവി പദ്ധതികളെല്ലാം ഞാൻ ഇപ്പോഴേ ഒരുക്കി. നിന്റെ കൊച്ചിന്റെ പേര് ഇഷ്മായേൽ, യഹോവ കേൾക്കുന്നു. അങ്ങനെ ദൈവം അവള് അങ്ങനെ ഒരു വെളിപ്പാടും കൂടെ കൊടുത്തു. അതിന്റെ ഒരു വാക്യം കൂടെ വേഗത്തിൽ വായിക്കാം. 12-ാം വാക്യം. ഇതൊരു വലിയൊരു വാഗ്ദത്തമാണ്. അത് വായിച്ചേ, 12-ാം വാക്യം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യൻ ആയിരിക്കും, ഓക്കെ, അവന്റെ ഓക്കെ. കൈ. അത് മൊത്തം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹി വിൽ ബി എ വൈൽഡ് ഡോങ്കി ഓഫ് എ മാൻ. കാട്ടുകഴുതെ പോലെ ഉള്ള ഒരു മനുഷ്യൻ. നമ്മള് മലയാളികളൊക്കെ ഇത് വായിക്കുമ്പോൾ കാട്ടുകഴുതെ പോലെ ഒരു മനുഷ്യനോ, ഇതെന്തൊരു ശാപമാ. അതൊരു ശാപമല്ല, അതൊരു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു അനുഗ്രഹം. ഹാഗാറിന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. കാരണം ഹാഗാറ് ഈ കാട്ടിൽ ജീവിച്ച സ്ത്രീയാ. ഈ വൈൽഡിൽ, ഈ ഡെസേർട്ടിലൊക്കെ, ഈ വൈൽഡ് ഡോങ്കി എന്ന് പറയുന്നത് ഈ ഡെസേർട്ടിലെ, ഈ ഈജിപ്തിലെ ഡെസേർട്ടിലൊക്കെ ജീവിച്ച സ്ത്രീയല്ലേ. അവൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായി. അവളോട് ഒരു വാഗ്ദത്തമായിട്ടാ കൊടുത്തത്. എന്താണെന്നറിയോ? ഈ ഡെസേർട്ടിലെ ഈ ഒരൊറ്റയായി കാട്ടുകഴുത എന്ന് പറയുന്ന ഒരു മൃഗമല്ലാതെ ഇതിനെ മാത്രം, ഈ ഒരൊറ്റ മൃഗമുള്ളൂ, ഇതിനെ മാത്രം മനുഷ്യർക്ക് ടൈം ചെയ്യാൻ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവര് ഒട്ടകത്തെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും, അവര് മറ്റേ സാധാരണ കഴുതകളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും, അതിനെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കും, അതിന്റെ മേളിൽ വലിയ ലോഡ് എടുത്തു. ഇതിനെ മാത്രം, കാട്ടുകഴുത മാത്രം ഫ്രീ ആയിട്ട് ഓടി നടക്കും. രാജാവ് വന്നാൽ പോലും ഇവനെ പിടിച്ച് ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുക, മോളെ, നിന്റെ മകൻ ഒരു കാട്ടുകഴുതെ പോലെ ഫ്രീ ആയിരിക്കും. അവളൊരു അടിമയാന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. അവളോട് പറയാം, നിന്റെ ഭാവിയിൽ നീ അടിമയായിട്ടല്ല ജീവിക്കാൻ പോകുന്നത്, നീ ഫ്രീ ആയിട്ട്, നിന്റെ മകൻ ഒരു ഫ്രീ ആയിട്ട്. അത് പ്രിയ ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ദേശം, ഇഷ്മായിലിന് കൊടുത്ത ആ പരിധിയിൽ ഇഷ്മായിൽ ഇന്നും ഒരു കാട്ടുകഴുത തന്നെയാണ്. ഇഷ്മായിൽ ഇന്നും ആർക്കും കീഴടങ്ങില്ല. നമ്മുടെ അറബി നാട്ടുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ, ഗൾഫ് കൺട്രീസിൽ ഏതേലും മലയാളിയുടെ അണ്ടറിൽ അറബികൾ വന്ന് ജോലി ചെയ്യുവോ? ഇല്ല. അറബികളുടെ എല്ലാ അണ്ടറിലും മലയാളികൾ പോയി ജോലി ചെയ്യുക. അവരെ സാറേ സാറേ എന്നൊക്കെ വിളിക്കുക. അവർക്ക് വലിയ പഠിത്തമൊന്നും കാണത്തില്ല, കാട്ടുകഴുത പോലെയായിരിക്കും. പക്ഷെങ്കിൽ അവനെ ആരും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തില്ല. അവന് കൊടുത്ത പരിധിയിൽ അവൻ താമസിക്കുന്നിടത്തോളം അവൻ വലിയ രാജാവാണ്. പക്ഷെ അവൻ അവിടം വിട്ട് വേറെ എവിടെയെങ്കിലും പോയാൽ അവന്റെ സ്ഥിതി മാറും. അന്നേരം പിന്നെ അവൻ ഫ്രീയും രാജാവും ഒന്നും അല്ല. പക്ഷെ അവന് കൊടുത്ത പരിധിയിൽ അവന് അന്നത്തെ ആ വാഗ്ദത്വം എത്ര വർഷങ്ങളായാലും അത് നിലനിൽക്കുന്നത് കണ്ടോ? സ്തോത്രം. ദൈവം പറയുന്നത് അതാണ് പ്രിയ സഹോദരിമാരെ, നമ്മൾക്കുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ ആണ്
ഈ പ്രൊട്ടക്ഷൻ എന്ന ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റലത്തിലാണെങ്കിൽ സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവദാസന് ശുശ്രൂഷന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷന് പുറത്തായി പോകും നമ്മൾ മറുതലിച്ചാൽ. കാരണം ഷമേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റെബല്യൻ ഈസ് ലൈക്ക് വിച്ച് ക്രാഫ്റ്റ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു. ഷമേൽ ഷൗലിനോട് പറയുന്നത് മലയാളത്തിൽ ആ വാക്യം എങ്ങനെയാന്ന് പറയാ, ആവിചാരം പോലെ എന്താണെന്ന് ആ വാക്യം, മത്സരം ആഭിചാരം. മത്സരം 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 ആവിചാരം പോലെ എന്ന് മലയാളത്തിൽ പറയുന്നു അല്ലെ. അത് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഫോർ റെബല്യൻ ഈസ് ലൈക്ക് വിച്ച് ക്രാഫ്റ്റ്. പക്ഷെ ഹീബ്രു ബൈബിളിൽ എങ്ങനെയാണെന്നറിയോ, ഫോർ റെബല്യൻ ഈസ് വിച്ച് ക്രാഫ്റ്റ്. അവിടെ ഈ ലൈക്ക് ഇല്ല, പോലെ എന്ന വാക്കില്ല, മത്സരം ആവിചാരമാണ്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓർക്കും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആവിചാരത്തിൽ ഏർപ്പെട്ടാൽ അതിനനുസരിച്ചുള്ള ശാപം ജീവിതത്തിൽ വരും. നമ്മൾ ഓർക്കും ഞാനിപ്പോ ആവിചാരത്തിൽ ഏർപ്പെട്ടു, ഞാൻ എപ്പോഴും സ്വോത്രം ഹല്ലേലൂയയും മാത്രമേ ഉള്ളല്ലോ. മത്സരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. മാതാപിതാക്കളോട് മത്സരിക്കാറുണ്ടോ? കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ ഭർത്താവിനോട് മത്സരിക്കാറുണ്ടോ? അല്ല. വിശ്വാസികളാണെങ്കിൽ ചർച്ചയിൽ പോകുമ്പോൾ പാസ്റ്ററോട് മർദ്ദലിക്കാറുണ്ടോ, മത്സരിക്കാറുണ്ടോ? ഇതെല്ലാം ആവിചാരം പോലെ എന്നാ ദൈവവചനം പറയുന്നത്. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്റ്റീവ് ഗിയർ ആണ് സബ്മിഷൻ. ദൈവം നമ്മളുടെ മേലിൽ ആക്കി വെച്ചിരിക്കുന്ന അതോറിറ്റി ഫിഗർ, സ്പിരിച്വൽ അതോറിറ്റി, വീട്ടിലെ അതോറിറ്റിക്ക് കീഴ്പ്പെട്ടിരിക്കുക. അങ്ങനെ കീഴ്പ്പെട്ടിരുന്ന അതൊരു ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ ആണ്. അതിന്റെ മേൽ വലിയൊരു ഈ ഒരൊറ്റ 2 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവള് മടങ്ങിപ്പോകുന്നു. ഇവള് മടങ്ങിപ്പോയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 16 ഉൽപ്പത്തി പുസ്തകം 16 പറയുന്നത്, അബ്രാമിന് 86 വയസ്സുള്ളപ്പോഴാണ് ഹേഗർ ബോർ ഹിം ഇസ്മായിൽ അല്ലെ. 86 വയസ്സുള്ളപ്പം ഇസ്മായിൽ ജനിച്ചു. 16 അധ്യായം തീരുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായം 17 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വെൻ ഏബ്രാം വാസ് 99 years old, 99 വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു, പണ്ട് കൊടുത്ത വാഗ്ദത്തം ഒന്നുകൂടെ പുതുക്കാൻ. ഈ 13 വർഷം ദൈവം ഇദ്ദേഹത്തോട് മിണ്ടിയില്ല. 13 വർഷം. കാരണം എന്താണെന്നറിയോ? 86 വയസ്സ് തൊട്ട് 99 വയസ്സ് വരെ ദൈവം പറഞ്ഞു, നിനക്കൊരു ആങ്കച്ചുണ്ടായല്ലോ, ഏതാ? ഇസ്മായില്. അവളോട് ഞാൻ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, ഞാൻ ടേക്ക് കെയർ ചെയ്യാം. അതുകൊണ്ട് നീ അവന് 13 വയസ്സാവുന്നിടം വരെ നീ വേറെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട, വേറെ ഒന്ന്, നീ അവനെ ട്രെയിൻ ചെയ്യും. ഹല്ലേലൂയ. അബ്രഹാമിനോടുള്ള ഇസഹാക്ക് ജനിക്കുന്നതിന് ഒരു ഇച്ചിരി താമസം വന്ന് ഞാൻ വിശ്വസിക്കുന്ന ഹാഗാറിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയായിരുന്നു. കാരണം ഇതിന്റെ ഇടയിൽ വല്ലോ ഇസഹാക്ക് ജനിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ അമ്മേനെ ഇവർ പുറത്തിറക്കിയേനെ. പക്ഷെ ഈ കുഞ്ഞിനൊരു വളർന്നൊരു കാര്യപ്രാപ്തി ആവുന്നിടം വരെ അബ്രഹാമിനോട് ദൈവം പറയാ, നീ അവന് നല്ലൊരു അപ്പനായിട്ടിരിക്കെ. ഈ കുഞ്ഞിന്റെ ഒരു കൊച്ചിന്റെ ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ് 1 തൊട്ട് 12, 13 വയസ്സ് വരെ. ആ പ്രായത്തിൽ ആ കൊച്ചിന് ഏറ്റവും കൂടുതൽ വേണ്ടിയത് അവന്റെ അപ്പന്റെ സാന്നിധ്യമാണ്. ദൈവം പറഞ്ഞു, അപ്പന്റെ സാന്നിധ്യം നിനക്ക് കിട്ടുവടാ, നിനക്ക് അപ്പന്, നീ കാട്ടുകഴുതയായി ജീവിക്കേണ്ടിയവനാ. പക്ഷെ അതിന് മുമ്പ് അതിനുവേണ്ടി നിനക്കൊരു ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത് നിന്റെ അപ്പനായിരിക്കും. ഈ അബ്രഹാം ട്രെയിൻ ചെയ്തു. ഹല്ലേലൂയ. 14 വയസ്സായപ്പോഴത്തേന് ഇസ്മായിലിന് 14 വയസ്സായപ്പോഴത്തേന് ഇസഹാക്ക് ജനിക്കുകയും ചെയ്തു. ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് ഇസ്മായിലിനെ അമ്മേനെയും പുറത്തിറക്കി. പക്ഷെ അപ്പോഴത്തേക്കിനും ഇസ്മായിൽ ഒരു ട്രെയിൻഡ് ബോയ് ആയിരുന്നു. നമ്മൾ ഓർക്കും കുഞ്ഞു വൈതലാണെന്ന്. പക്ഷെ ഓർത്തു വയ്ക്കണം, 14 വർഷം അവൻ ജീവിച്ചത് ഈ അബ്രഹാമിന്റെ മകനായിട്ട്. അബ്രഹാം എന്ന അപ്പനാണ് ഇവനെ ട്രെയിൻ ചെയ്തത്. നമുക്കറിയാം സോതോം ഗോമോറയുടെ അവിടെ സോതോമിനെ, ഈ ലോത്തിനെ ഒക്കെ കുറെ രാജാക്കന്മാർ വന്ന് സോതോമിനെ ഒക്കെ പിടിച്ചുകൊണ്ട് പോയപ്പം അബ്രഹാം അവന്റെ വീട്ടിൽ ജനിച്ച 318 ആൾക്കാര് ട്രെയിൻഡ് സോൾജേഴ്സ് ആയിരുന്നു അവന്റെ വീട്ടിൽ. ഇവരെ ട്രെയിൻ ചെയ്ത ആരാ? അബ്രഹാമാ. ഈ 5 രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പിടിച്ചുകൊണ്ട് വന്ന ഇവന്റെ വീട്ടിൽ ജനിച്ച് ട്രെയിനായി വളർന്നു വന്ന 318 പേര്. അങ്ങനെയെങ്കിൽ ഇവൻ ട്രെയിൻ ചെയ്യാൻ എന്ത് വിദഗ്ധനാണ് നമ്മുടെ ഈ അബ്രഹാം എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ. ആ ദൈവ മനുഷ്യനെ കൊണ്ട് തന്നെ ഇസ്മായിലിനെ ദൈവം അവന്റെ ആദ്യത്തെ ഫോർമേറ്റീവ് ഇയേഴ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? ഹാഗാറിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത.
ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യം വിശ്വസ്തതയായിട്ട് നമ്മൾക്കുള്ള വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് നമ്മളുടെ മേലുള്ള അഭിഷേകത്തെ നമ്മൾ അങ്ങോട്ട് ഒഴുക്കി മുറി അടച്ച് വാതിലടച്ച് അകത്ത് കയറിയിരുന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ആ അഭിഷേകത്തെ ഉപയോഗിക്കുകയും വിശുദ്ധിയും വേർപാടും കാത്തു പരിപാലിച്ചു വിശുദ്ധിക്ക് വേണ്ടി, ഹോളിനെസ്സിന് വേണ്ടി, കോംപ്രമൈസ് ഇല്ല, ഈ ലോകവുമായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല എന്ന് പിശാചിനെ പേടിക്കാതെ ധൈര്യവുമായിട്ട് നമ്മൾ ജീവിച്ചാൽ, ഇതെല്ലാം ആകുമ്പോൾ തന്നെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് സബ്മിഷനോടുകൂടി ജീവിച്ചാൽ ദൈവം നമ്മളെ കയ്യിലെടുത്ത് ഉപയോഗിക്കും, ഉയർത്തും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം അങ്ങ് ടേക്ക് കെയർ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രകാരം യോക്കേബേദിനെ പോലെയും ഹാഗാറിനെ പോലെ സബ്മിസിവും യോക്കേബേദിനെ പോലെ നല്ല ധൈര്യമുള്ള ഒരു ഫൈറ്റ് ചെയ്യുന്ന, വിശുദ്ധി കാത്തു പരിപാലിക്കുന്ന ഒരു അമ്മയായിട്ടും, അതുപോലെ തന്നെ നമ്മൾ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ പോലെ വാഗ്ദത്തത്തെ പിടിച്ചു തൂങ്ങി നിന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നാൽ, ഹല്ലേലൂയ, പോരാടുന്ന അമ്മമാരായിട്ട് ജീവിച്ചാൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും തന്നെ ചെയ്യും.